ഈ വർഷത്തെ സോഷ്യൽ സയൻസ് സെക്കൻഡിലെ അവസാനത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ടുവേർഡ്സ് സസ്റ്റൈനബിലിറ്റി. അപ്പോൾ സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ സുസ്ഥിരത എന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ ഇതിനു മുന്നേ ഉള്ള പല ചാപ്റ്ററുകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ സത്യത്തിൽ എന്തിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം സസ്റ്റൈനബിലിറ്റി അല്ല. നമ്മൾ മെയിനായിട്ട് ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത് റിസോഴ്സുകളെ പറ്റിയാണ്. അപ്പോൾ റിസോഴ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, റിസോഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, അതിൽ നമ്മൾ മനുഷ്യന്മാർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട റിസോഴ്സുകളെ പറ്റിയാണ് നമ്മളിവിടെ ആദ്യം പഠിക്കുന്നത്. അപ്പോൾ എന്താ സസ്റ്റൈനബിലിറ്റിയുടെ ഇമ്പോർട്ടൻസ്? ഈ പറയുന്ന റിസോഴ്സുകൾ നമ്മൾ അതിൻ്റെ മര്യാദയ്ക്ക് ഉപയോഗിച്ചില്ല എങ്കിൽ ഈ റിസോഴ്സ് എന്ത് ചെയ്യും? തീർന്നു പോകും. അതായത് നമ്മുടെ ഭാവി തലമുറയ്ക്ക് അത് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ റിസോഴ്സിനെ നോക്കിയും കണ്ടും വേണം എന്ത് ചെയ്യാൻ, യൂസ് ചെയ്യാൻ. അതാണ് സസ്റ്റൈനബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അങ്ങനെ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് പറ്റും എന്നുള്ളതിനൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു മനോഹരമായ ചാപ്റ്റർ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. പഠിക്കാൻ നല്ല രസമുള്ളൊരു ചാപ്റ്ററാണ് ടുവേർഡ്സ് സസ്റ്റൈനബിലിറ്റി. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ഉറപ്പായിട്ട് ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ നമ്മൾ അവസാനത്തെ ചാപ്റ്ററിൽ എത്തിയിരിക്കുകയാണ്. ഈ ചാപ്റ്റർ തീരുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്യും, ആദ്യം മുതലുള്ള റിവിഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ റിസോഴ്സുകളെ നേരാവണ്ണം ഉപയോഗിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ കാണുന്ന അരാൽക്കം ഡെസേർട്ട്. അപ്പോൾ എന്താണ് ഈ അരാൽക്കം ഡെസേർട്ട്? ഈ അരാൽക്കം ഡെസേർട്ടിൽ ഈ കപ്പലിനൊക്കെ എന്താ ജോലി എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ, ഈ അരാൽക്കം ഡെസേർട്ട് എന്ന് പറയുന്നത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉസ്ബെക്കിസ്ഥാൻ, തുർക്കിമിനിസ്ഥാൻ, കസാഖിസ്ഥാൻ, ഈ സ്ഥാനുകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, പാകിസ്ഥാൻ്റെ ഒക്കെ മേളിലായിട്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു മാപ്പ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഈ പറഞ്ഞ തലയുടെ ഭാഗമൊക്കെ കഴിഞ്ഞിട്ടേ മുകളിലോട്ട് വരുമ്പോൾ ഇവിടെയാണ് പാകിസ്ഥാൻ ഉള്ളതെന്നൊക്കെ അറിയാം. അതൊക്കെ കഴിഞ്ഞ് മുകളിലോട്ട് വരുന്ന നമ്മുടെ USSR, പഴയ USSRന് ഓർമ്മയില്ലേ, നമ്മൾ ലോകമഹായുദ്ധമൊക്കെ പഠിച്ചപ്പോൾ USSR, ഈ USSRൻ്റെയൊക്കെ ഭാഗമായിരുന്ന രാജ്യമായിരുന്നു ഈ പറഞ്ഞ ഉസ്ബെക്കിസ്ഥാനും കസാഖിസ്ഥാനും തുർക്കിമിനിസ്ഥാനും. അപ്പോൾ ഇതിലെല്ലായിടത്തുമായിട്ട് ഇങ്ങനെ പരന്ന് നിവർന്ന് കിടന്നിരുന്ന ഒരു തടാകം ഉണ്ടായിരുന്നു. ആ തടാകത്തിൻ്റെ പേരാണ് അരാൽ സി. എന്താണ്? അരാൽ സി. ഈ പറയുന്ന അരാൽ സിയായി കാണുന്ന ഇന്നത്തെ എന്താണ് അരാൽക്കം ഡെസേർട്ട് എന്ന് പറയുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? 1960-കൾ വരെ ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ തടാകങ്ങളിലൊന്നായിരുന്ന ഈ ഒരു തടാകം എത്ര പെട്ടെന്നാണ് ഇങ്ങനെ ഇല്ലാണ്ടായി പോയത്? അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരെന്ന് ചോദിച്ചാൽ നമ്മൾ മനുഷ്യന്മാർ തന്നെയാണ്. പ്രത്യേകിച്ച് USSRൻ്റെ ഒരു എന്താണ് USSR ഒരു പരീക്ഷണശാല തന്നെയായിരുന്നു ഈ കസാഖിസ്ഥാൻ, തുർക്കിമിനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ മേഖല എന്ന് പറയുന്നത്. പോപ്പുലേഷൻ കുറഞ്ഞ എന്നാൽ നിവർന്ന് നീണ്ടു കിടക്കുന്ന ഒരു വലിയ വിശാലമായ സ്ഥലമായിരുന്നു ഇത്. അപ്പോൾ ഇവിടെ പല റിസർച്ച് കാര്യങ്ങളും അതുപോലെ അമിതമായ കൃഷിയും നടന്നു. അപ്പോൾ എന്ത് അമിതമായി കഴിഞ്ഞാൽ ദോഷമാണ്. അതായത് കൃഷി ഇവിടെ നടന്നു, കോട്ടൺ കൾട്ടിവേഷൻ ആയിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഈ കോട്ടൺ കൾട്ടിവേഷൻ കൂടി വന്നു. അതുപോലെ തന്നെ പല പല റിസർച്ച് പർപ്പസുകൾ, ഡിഫൻസ്, ന്യൂക്ലിയർ ടെസ്റ്റിങ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെയുള്ള വെള്ളവും മറ്റു കാര്യങ്ങളും, അതായത് ഈ പറയുന്ന ഈ അരാൽ സീയിലോട്ട് വെള്ളം കൊണ്ടുവന്ന 2 പ്രധാനപ്പെട്ട നദിയാണ് അമു ദാരിയ ആൻഡ് സിർ ദാരിയ എന്ന് പറയുന്ന 2 നദികളാണ്. ഉച്ചാരണം കറക്റ്റ് ആണെന്ന് തോന്നുന്നു, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ 2 നദികളാണ് ഇങ്ങോട്ട് വെള്ളം കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഈ നദികളെ പലപ്പോഴും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്തു, ഡൈവേർട്ട് ചെയ്ത് വിട്ടു. അതായത് വഴി തിരിച്ചു വിട്ടപ്പോൾ എന്ത് പറ്റി? ഈ നദിയിലേക്ക് വെള്ളം വരാണ്ടായി. അപ്പോൾ എന്ത് പറ്റി? പതിയെ നദി നശിക്കാൻ തുടങ്ങി. മറ്റു പല പരീക്ഷണങ്ങളും അതുപോലെ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസറുകളുടെ ഉപയോഗവും കാരണം ഇതിനു ചുറ്റും ഉണ്ടായിരുന്ന മനോഹരമായിട്ടുള്ള പച്ചപ്പും അതുപോലെ ഇവിടുത്തെ എക്കോസിസ്റ്റവും നശിച്ച് ഇന്ന് അരാൽ സി എന്ന് പറയുന്ന തടാകം ഒരു മരുഭൂമിയായിട്ട് മാറിയിരിക്കുകയാണ്. ആദ്യം ഉണ്ടായിരുന്നതിന് 10-1 വലിപ്പം പോലും ഇന്ന് ഈ പറയുന്ന നദിക്ക് അല്ലെങ്കിൽ ഈ തടാകത്തിന് ഇല്ല. സോ വിച്ച് ഷോസ് അമിതമായി നമ്മൾ എന്തിനെങ്കിലും ഉപയോഗിച്ചാൽ അത് നശിച്ച് പോകും. അപ്പോൾ നമ്മൾ ഒരു വസ്തുവിനെയും നമ്മൾ എന്ത് ചെയ്യരുത്, അമിതമായിട്ടൊന്നും ഉപയോഗിക്കരുത്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ബിക്കം ആൻ എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്റർ റൈസസ് മെനി ക്വസ്റ്റ്യൻസ് ബിഫോർ us. Its transformation reminds us of the need to avoid the unscientific exploration of the earth resources and highlight the importance of sustainable resource management. കണ്ടോ, സസ്റ്റൈനബിൾ ആയ റിസോഴ്സുകൾ മാനേജ് ചെയ്തില്ല എങ്കിൽ ഇങ്ങനെ സംഭവിക്കും. സോ സസ്റ്റനൻസ് ഓഫ് ലൈഫ് ഓൺ എർത്ത്, നമ്മുടെ ഭൂമിയിൽ ജീവൻ ഇങ്ങനെ നിലനിർന്നൊക്കെ പോകണമെങ്കിൽ നമ്മൾ കുറച്ച് നോക്കിയും കണ്ടുമൊക്കെ വേണം എന്ത് ചെയ്യാൻ, റിസോഴ്സുകളെ ഉപയോഗിക്കാനെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് റിസോഴ്സ്. അത് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ആക്ച്വൽ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. വാട്ട് ഈസ് മെൻ ബൈ റിസോഴ്സ്? നമ്മുടെ ചുറ്റും നോക്കിയാൽ നമ്മുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരു വസ്തുവിനെയും നമുക്ക് എന്ത് വിളിക്കാം? റിസോഴ്സ് എന്ന് വിളിക്കാം. So a resource is anything that satisfies human needs, അല്ലേ?
അത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്തോ ആകണം. പക്ഷേ 2 കണ്ടീഷൻസ് ഉണ്ട്. അതൊന്ന്, ഇത് ടെക്നോളജിക്കലി ഫീസിബിൾ ആയിരിക്കണം, കൾച്ചറലി അക്സെപ്റ്റബിളും ആയിരിക്കണം. എന്തോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഈ പറയുന്ന നിലവിലുള്ള ടെക്നോളജി കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതുമായിരിക്കണം, അതുപോലെ തന്നെ അത് കൾച്ചറലി അക്സെപ്റ്റബിളും ആയിരിക്കണം. അതായത് ഇപ്പോൾ ചില ലഹരി വസ്തുക്കൾ, ലഹരി ഉപയോഗിക്കുന്ന ആൾക്ക് അത് റിസോഴ്സാണ് എന്ന് പറഞ്ഞ് നമുക്ക് അതിന് റിസോഴ്സായിട്ട് കണക്കാക്കാൻ പറ്റുമോ? ഫോർ എക്സാമ്പിൾ, ഈ പറഞ്ഞ ഒരു ചെടി ഉണ്ടല്ലോ, ആ ചെടി അല്ലേ, നമ്മൾ പല പേരുകളൊക്കെ പറയും. ഈ ചെടിയൊക്കെ ഉണക്കിയിട്ട് പല ബീഡിയിലും സിഗരറ്റിലും ഒക്കെ വെച്ച് ആൾക്കാർ പുകച്ച് കളയാറുണ്ട്. അതിനൊരു പേരുണ്ട്, എന്താണെന്നറിയാമല്ലോ അല്ലേ? ഈ സാധനത്തിന് റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ റിസോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന വസ്തുക്കളെ നമുക്ക് റിസോഴ്സ് എന്ന് വിളിക്കാം. അത് പ്രകൃതിയിൽ നിന്ന് ഉണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അതാണ് റിസോഴ്സുകൾ എന്ന് പറയുന്നത്. അത് ജീവനുള്ളതുണ്ട്, ജീവൻ ഇല്ലാത്തതുണ്ട്, പല തരത്തിലും ഉണ്ട്. 2 കണ്ടീഷൻസ് ഉണ്ട്. അത് ടെക്നോളജിക്കലി ഫീസിബിൾ ആയിരിക്കണം, അതായത് നിലവിലുള്ള ടെക്നോളജികൾ കൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ എന്തായിരിക്കണം? കൾച്ചറലി അക്സെപ്റ്റബിളും ആയിരിക്കണം. ഫസ്റ്റ് പോയിന്റ് ഈ ചാപ്റ്ററിൽ പഠിച്ചല്ലോ. അപ്പോൾ എന്താണ് റിസോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിത്തിങ് ദാറ്റ് സാറ്റിസ്ഫൈസ് ഹ്യൂമൻ നീഡ്സ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം, നാച്ചുറലി അത് ഉണ്ടാകുന്നതായിരിക്കണം, അത് ടെക്നോളജിക്കലി ഫീസിബിളും കൾച്ചറലി അക്സെപ്റ്റബിളും ആയിരിക്കണമെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം? റിസോഴ്സുകളെന്ന് വിളിക്കാം. അപ്പോൾ ഈ റിസോഴ്സ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നതും അത് നിലനിന്ന് പോകുന്നതിനും ഒക്കെ പിന്നിൽ ആരുണ്ട്? മനുഷ്യന്മാരുടെ ഇടപെടലുണ്ട്. അതായത് റിസോഴ്സസ് എന്ന് പറയുന്നത് ഫ്രീ ഗിഫ്റ്റ് ഓഫ് നേച്ചർ ആയിട്ടൊന്നും നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയത് മനുഷ്യരാവുന്ന നമ്മൾ അല്ലേ, അത് റിസോഴ്സായിട്ട് മാറുന്ന എപ്പോഴാണ്? മനുഷ്യരാവുന്ന നമ്മൾ നമ്മുടെ നിലവിലുള്ള അന്നത്തെ അല്ലെങ്കിൽ ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് അത് ഉപയോഗിക്കുമ്പോഴാണ് അത് യൂസ്ഫുൾ ആയിട്ട് മാറുന്നത്. ഒരു ഉദാഹരണം പറയട്ടെ. പെട്രോളിയം എന്ന് പറയുന്നൊരു സാധനമേ, ഈ പറഞ്ഞ പെട്രോളിയം മനുഷ്യരാശിയുടെ തുടങ്ങിയ കാലം മുതൽ തന്നെ ഇവിടെയുണ്ട്, മണ്ണിനടിയിലുണ്ട്. പക്ഷേ അത് റിസോഴ്സായിട്ട് മാറിയത് എപ്പോഴാണ്? നമ്മൾ ഈ പറഞ്ഞ പെട്രോളിയം ഖനനം ചെയ്തെടുത്തിട്ട് ഈ പറയുന്ന പെട്രോളിയം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ എഞ്ചിനും ഒക്കെ പ്രവർത്തിക്കാൻ പറ്റുമെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമല്ലേ അത് റിസോഴ്സായിട്ട് മാറിയത്. അപ്പോൾ റിസോഴ്സസ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? മനുഷ്യരുടെ എഫേർട്ടിലൂടെയാണ്. അതുകൊണ്ട് മനുഷ്യരെന്ന് പറയുന്നത് റിസോഴ്സിൻ്റെ ഫോർമേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വസ്തുവാണ്. അതായത് മനുഷ്യനുണ്ടെങ്കിൽ റിസോഴ്സുകളുള്ളൂ. നമ്മളാണ് നമ്മുടെ ചുറ്റും അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലുകളെ കൺവേർട്ട് ചെയ്ത് റിസോഴ്സുകളാക്കി മാറ്റി നമ്മുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. പെട്രോളിയത്തിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ. പെട്രോളിയം എന്ന് പറയുന്ന സാധനം ആദ്യമ മനുഷ്യൻ്റെ കയ്യിലാണ് കിട്ടിയിരുന്നെങ്കിൽ അവർ പറഞ്ഞതിനെ നാറുന്ന ഒരു വൃത്തികെട്ട സാധനം, അല്ലാതെ അത് കത്തുമെന്നോ അതിനെ റിഫൈൻ ചെയ്തെടുത്ത് പെട്രോളിയവും ഡീസലും ഒക്കെ ഉണ്ടാക്കാമെന്നോ അതോ ചൈസ എഞ്ചിൻ പ്രവർത്തിപ്പിക്കാമെന്നോ ഒന്നും അവരുടെ ഉള്ളവർക്കൊന്നും അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റിസോഴ്സ് എന്ന് പറയുന്നത് യൂസ്ഫുൾ ആവുന്നത് മനുഷ്യൻ്റെ എഫേർട്ടിലൂടെ ആണ്. സോ റിസോഴ്സസ് ആർ നോട്ട് ഫ്രീ ഗിഫ്റ്റ് ഓഫ് നേച്ചർ. ഗിഫ്റ്റ് തന്നെയാണ്, പക്ഷേ അത് ഫ്രീ ഗിഫ്റ്റ് ഒന്നുമല്ല, മനുഷ്യൻ്റെ എഫേർട്ടും അതിൻ്റെ പുറകിലുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി മനുഷ്യൻ എന്ന് പറയുന്നത് മറ്റൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റിസോഴ്സ് ആണോ? തീർച്ചയായിട്ടുമാണ്. നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് എന്നൊരു വാക്ക് തന്നെ അവിടെ ഉപയോഗിക്കാറില്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് എന്ന് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ ഒരു ഡോക്ടർ, ഇപ്പോൾ എന്നെക്കൊണ്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു, എന്നെക്കൊണ്ട് നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടോ ഇല്ലേ? ഉണ്ടല്ലോ. അപ്പം ഞാൻ നിങ്ങൾക്ക് റിസോഴ്സ് ആണോ? ആണ്. ഞാനെന്നല്ല, ഈ പറഞ്ഞ ഇൻ്റർനെറ്റ് ഉണ്ടാക്കിയത് ഏതോ മനുഷ്യനല്ലേ? അതുകൊണ്ടല്ലേ നമുക്കിങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റുന്നത്, കാണാനും ഒക്കെ പറ്റുന്നത്. അപ്പോൾ ഇതുപോലെ മനുഷ്യർക്കും ഉപയോഗപ്രദമായിട്ട് മാറും. സോ മനുഷ്യനും എന്താണ്? ഒരു റിസോഴ്സാണ്. So humans can be considered as a resource because they create and develop resources using their abilities, skills and technology. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മളിവിടെ ആദ്യം പഠിക്കുന്നത്. കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. റിസോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന വസ്തുക്കളായാണ്. പക്ഷേ എല്ലാത്തിനെയും അങ്ങ് പറയാൻ പറ്റത്തില്ല. അത് നേച്ചറിൽ ഉണ്ടാകുന്നതായിരിക്കണം. അതോടൊപ്പം തന്നെ അത് ടെക്നോളജിക്കലി ഫീസിബിളും കൾച്ചറലി അക്സെപ്റ്റബിളും ആയിരിക്കണം. അങ്ങനെയുള്ള എന്ത് വസ്തുവും റിസോഴ്സായിട്ട് മാറുന്നതിന് പിന്നിൽ മനുഷ്യരുടെ എഫേർട്ട് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. മനുഷ്യൻ ഉപയോഗം കണ്ടെത്തിയത് കൊണ്ടാണ് അത് റിസോഴ്സായിട്ട് മാറിയത്, അല്ലെങ്കിൽ അതൊരു കാലത്തും റിസോഴ്സായിട്ട് മാറത്തില്ലായിരുന്നു. അപ്പം നമ്മളുടെ എഫേർട്ടും അതിലുണ്ട്. അത് പറയുമ്പോൾ നമ്മൾ മനുഷ്യരെ വിട്ടുപോകരുത്. മനുഷ്യനും എന്ത് തന്നെയാണ് മറ്റൊരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം റിസോഴ്സാണ്. കാരണം നമ്മൾ നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കുന്നു, അതിലൂടെ ഗുണങ്ങൾ ഉണ്ടാകുന്നു. അപ്പം നിങ്ങൾ ചോദിക്കും, എന്നാൽ പിന്നെ എന്താ ഈ റിസോഴ്സ്? ഇത് കുറേ നേരം ആയല്ലോ പറയുന്നു, എന്തൊക്കെ അതിനകത്ത് വരുന്നത്? എടാ, നിങ്ങളുടെ ചുറ്റും ഒന്ന് നോക്കിയേ, നിങ്ങളുടെ ചുറ്റും കാണുന്ന നിങ്ങൾക്ക് ഉപയോഗമുള്ള എല്ലാ വസ്തുക്കളും റിസോഴ്സ് തന്നെയാണ്. അപ്പോൾ റിസോഴ്സ് ഒരുപാട് തരത്തിലുണ്ട്. അപ്പോൾ ഒരുപാട് തരത്തിലുണ്ടെങ്കിൽ നമുക്കതിനെ എന്ത് ചെയ്യേണ്ടി വരും? ക്ലാസിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. സോ റിസോഴ്സുകൾ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഏറ്റവും സിമ്പിൾ രീതി നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. നാച്ചുറലും മാൻമെയ്ഡും അല്ലേ. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് മരങ്ങൾ, മൃഗങ്ങൾ, ചെടികൾ, അതുപോലെ തന്നെ പെട്രോള്, മിനറൽസ്, അതുപോലത്തെ സാധനങ്ങൾക്ക് നാച്ചുറൽ. എന്നാൽ സിമെൻറ്റ്, ഒരു ഉദാഹരണം പറയുകയാണ്. സിമെൻറ്റ്
അത് പ്രകൃതിയിൽ സ്വന്തമായിട്ട് ഉണ്ടായതാണോ? അല്ലല്ലോ. ഈ കാണുന്ന തുണി ഉണ്ടായതാണോ? അല്ലല്ലോ. അത് മനുഷ്യൻ നിർമ്മിച്ചാലേ. ഇപ്പോൾ മാൻ മെയ്ഡും നാച്ചുറലും. അപ്പോൾ നമുക്ക് പക്ഷേ നമ്മളത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. നമ്മൾ ഇനി വലിയ ക്ലാസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി എന്ത് ചെയ്യും, ഡീപ്പായിട്ട് പഠിക്കും. അതായത് റിസോഴ്സിനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെ? അത് എവിടെ നിന്നുണ്ടായി, ഒറിജിൻ. അതിന് റിന്യൂവബിലിറ്റി എന്ന് വെച്ചാൽ നമുക്കത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമോ, ഉപയോഗിക്കുമ്പോൾ തീർന്നു പോകൂ ഇല്ലേ എന്നുള്ളത്. അതിൻ്റെ ഓണർഷിപ്പ് ആരുടെ ഉടമസ്ഥതയിലാണ്, അത് എത്രത്തോളം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് പെട്ടെന്ന് കേൾക്കുമ്പോൾ പിടികിട്ടത്തില്ല, നമുക്ക് പഠിക്കാം. അപ്പോൾ റിസോഴ്സുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ തരംതിരിക്കണം. എങ്ങനെയൊക്കെ തരംതിരിക്കുന്നത്? ഓറിജിൻ വെച്ചിട്ട്, റിന്യൂവബിലിറ്റി വെച്ചിട്ട്, ഓണർഷിപ്പ് വെച്ചിട്ട്, സ്റ്റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് വെച്ചിട്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു കാര്യമായിരിക്കും വിശദമായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. 3 പോയിന്റേ നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചുള്ളൂ. ഒന്ന്, മനുഷ്യൻ്റെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന വസ്തുക്കളാണ് റിസോഴ്സുകൾ. റിസോഴ്സുകൾ ഉണ്ടാകുന്നതിന് പിന്നിൽ മനുഷ്യൻ്റെ എഫേർട്ട് ഉണ്ട്. മനുഷ്യന് ഉപയോഗമുള്ളത് കൊണ്ടാണ് ഒരു വസ്തു റിസോഴ്സായിട്ട് മാറുന്നത്. മാത്രമല്ല മനുഷ്യന് തന്നെ റിസോഴ്സാണ്. അതിനാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള റിസോഴ്സുകളെ നമുക്ക് നാച്ചുറലും മാൻമെയ്ഡുമായിട്ട് തിരിക്കാം. എങ്കിലും പ്രധാനമായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് ഒറിജിൻ, റിന്യൂവബിലിറ്റി, ഓണർഷിപ്പ് ആൻഡ് സ്റ്റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് വെച്ചിട്ടാണ്. അത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നതാണ്. നമ്മുടെ റിസോഴ്സുകളെ ഒറിജിനുമായി ബന്ധപ്പെടുത്തി, കാരണം ഇതൊന്ന് നോക്കിയിട്ട് അതിലോട്ട് പോകാമല്ലോ. ഒറിജിനുമായി ബന്ധപ്പെടുത്തി നമുക്ക് റിസോഴ്സിനെ രണ്ടായി തിരിക്കാം, ബയോട്ടിക്, അബയോട്ടിക്. റിന്യൂവബിലിറ്റി വെച്ചിട്ട് നമുക്ക് റിസോഴ്സിനെ രണ്ടായിട്ട് തിരിക്കാം, റിന്യൂവബിളും നോൺ റിന്യൂവബിളും. ഓണർഷിപ്പ് വെച്ച് നമുക്ക് റിസോഴ്സിനെ 4ആയിട്ട് തിരിക്കാം, ഇൻഡിവിജ്വൽ, കമ്മ്യൂണിറ്റി, നാഷണൽ, ഇൻ്റർനാഷണൽ. സ്റ്റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് വെച്ചിട്ട് 2 അല്ലെങ്കിൽ 3ആയിട്ടോ തിരിക്കാം. ഒന്ന് പൊട്ടൻഷ്യൽ, ഡെവലപ്ഡ്, സ്റ്റോക്ക്. ഇതൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഓരോന്നായിട്ട് നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യം വരുന്നു റിസോഴ്സസ് ബേസ്ഡ് ഓൺ ഒറിജിൻ. എവിടെ നിന്നത് രൂപപ്പെടുന്നു, എവിടെ നിന്നത് ഒറിജിൻ ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി റിസോഴ്സുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ബയോട്ടിക് റിസോഴ്സുകളെന്നും അബയോട്ടിക് റിസോഴ്സുകളെന്നും. ബയോ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ജീവനുള്ളവ, അബയോ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ജീവനില്ലാത്തവ. അതായത് ബയോസ്ഫിയറിൻ്റെ ഭാഗമായിട്ടുള്ള ഉപയോഗപ്രദമായ വസ്തുക്കളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബയോട്ടിക് റിസോഴ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ജീവനുള്ളവ അല്ലെങ്കിൽ ജീവനുള്ളതിൽ നിന്ന് കിട്ടിയവ എന്ന് പഠിച്ചു വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, സോ എനിത്തിങ് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ദ ബയോസ്ഫിയർ ക്യാൻ ബി യൂസ്ഡ് ബൈ ഹ്യൂമൻസ് ആർ കോൾഡ് ബയോട്ടിക് റിസോഴ്സസ്. മനുഷ്യന്മാർ ഉപയോഗമുള്ളതാണ്. പ്ലാന്റുകൾ, അനിമൽസ്, അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ലൈഫ് സ്റ്റോക്ക് എല്ലാം ഇതിനകത്ത് എന്ത് വരും, ബയോട്ടിക് റിസോഴ്സിനകത്ത് വരും. ജീവനുള്ളതിൽ നിന്ന് കിട്ടിയവ. എന്നാൽ നോൺ ലിവിങ് മാറ്ററുകൾ കൊണ്ട് നമ്മൾ നിർമ്മിച്ചതാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അബയോട്ടിക് റിസോഴ്സുകൾ എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്, അബയോട്ടിക് റിസോഴ്സുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ റിസോഴ്സസ് that are part of the biosphere and has life are called biotic resources. Humans, plants, animals, livestock, fisheries ഒക്കെ ഇതിനകത്ത് വരും. എന്നാൽ നോൺ ലിവിങ് മാറ്ററുകൾ കൊണ്ട് നിർമ്മിച്ചതാണ് അബയോട്ടിക്. പാറ, മെറ്റൽസ്, അതുപോലെ തന്നെ പല മിനറൽസ്, ഇതൊക്കെ എന്താണ്, ജീവനില്ലാത്ത വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചതല്ലേ. അപ്പോൾ അതാണ് അബയോട്ടിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും നമ്മളുടെ നാച്ചുറൽ റിസോഴ്സുകളെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തു പോകുന്നത് ആദ്യ ഭാഗത്ത്. അവിടെ നമ്മൾ എന്തില്ല, മാൻമെയ്ഡ് എന്ന് നമ്മൾ പറയുന്നില്ല, നാച്ചുറൽ കാര്യങ്ങളെ നോക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ നോക്കിയാൽ ജീവനുള്ളവ ബയോട്ടിക്, ജീവനില്ലാത്തവ അബയോട്ടിക്. അടുത്ത ബേസ്ഡ് ഓൺ ദെയർ റീപ്ലനിഷ്മെൻറ്റ് കപ്പാസിറ്റി. അപ്പോൾ റീപ്ലനിഷ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും ഉണ്ടാവുകയാണെങ്കിൽ. ഒരു ഉദാഹരണം പറയട്ടെ, നമ്മൾ നിങ്ങളുടെ വീടിൻ്റെ മുകളിലോ അല്ലെങ്കിൽ പുറത്തോ ഇറങ്ങി നിൽക്കുന്നു, കാറ്റ് കിട്ടുന്നു, കാറ്റ് റിസോഴ്സാണ്. സൂര്യപ്രകാശം കിട്ടുന്നു, അതൊരു റിസോഴ്സാണ്. നിങ്ങൾ ഇച്ചിരി സൂര്യപ്രകാശം കൊണ്ടെന്ന് വെച്ച് സൂര്യപ്രകാശം തീർന്നു പോവുമോ? ഇല്ല. നിങ്ങൾ ഈ കാറ്റ് കുറച്ച് കൊണ്ടുവന്ന് പറഞ്ഞുകൊണ്ടോ അവിടെ ഒരു കാറ്റാടി വെച്ചത് കറക്കിയത് കൊണ്ടോ കാറ്റ് തീർന്നു പോവുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ തീർന്നു പോകാത്തവ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയും. തീർന്നു പോകുന്നവയെ നമ്മൾ നോൺ റിന്യൂവബിൾ എന്നും പറയും. അപ്പോൾ റീപ്ലനിഷ്, അതായത് ഉപയോഗിക്കുന്നതനുസരിച്ച് തിരിച്ചു വരുന്നു. അല്ലെങ്കിൽ റിന്യൂവബിലിറ്റി അടിസ്ഥാനപ്പെടുത്തി നമ്മൾ റിസോഴ്സിനെ രണ്ടായിട്ട് തന്നെയാണ് തിരിച്ചിട്ടുള്ളത്, റിന്യൂവബിളും നോൺ റിന്യൂവബിളും. അതിലെന്താണ് റിന്യൂവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതെന്ത് ചെയ്യുന്നു, ഫിസിക്കലോ കെമിക്കലോ പ്രോസസ്സ് കാരണം പ്രകൃതിയിൽ വീണ്ടും ഉണ്ടാകുന്നു എങ്കിൽ അത് റിന്യൂവബിൾ. സൂര്യപ്രകാശം, കാറ്റ്, ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ചില പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ചെടികൾ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ റിന്യൂവബിൾ എന്ന് പറയാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചെടി നമുക്ക് വീണ്ടും വീണ്ടും നട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ, അതാണ് റിന്യൂവബിൾ എന്ന് പറയുന്നത്. മൃഗങ്ങൾ നമുക്ക് വീണ്ടും 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 എന്ത് ചെയ്യാം, മൃഗങ്ങൾ പ്രത്യുൽപാദനത്തിലൂടെ വീണ്ടും വരുമല്ലോ, അതാണ് പറയുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നവയോ അല്ലെങ്കിൽ നമുക്ക് ഫിസിക്കൽ കെമിക്കൽ പ്രോസസ്സിലൂടെ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കിയെടുക്കാനോ പറ്റുന്നവയാണ് റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മെനി ഓഫ് ദം ഡു നോട്ട് ഡിമിനിഷ് ആഫ്റ്റർ ദെയർ യൂസ്. അത് ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകത്തില്ല, അതുകൊണ്ട് നമുക്കത് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും.
ഓക്കെ, സോ ശ്രദ്ധിക്കണം. ദീസ് റിസോഴ്സസ്, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്, നിങ്ങൾക്ക് വളരെ സംശയം വന്നിട്ടുണ്ടാവും, അത് മാറ്റാനാണ് ഈ പറയുന്നത്. ദീസ് റിസോഴ്സസ് ആർ കൺസിഡേർഡ് സസ്റ്റൈനബിൾ ആസ് ലോങ് as they are not overused. കണ്ടോ, അതിനെ നമുക്ക് ഈ പറയുന്ന സസ്റ്റൈനബിൾ റിസോഴ്സായിട്ട് കരുതാം എപ്പോൾ, അത് ഓവർ യൂസ് ചെയ്യാത്തിടത്തോളം. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു മൃഗം നമുക്ക് ഉപയോഗമുള്ളത് അത് റിന്യൂവബിൾ ആണെന്ന് കരുതിയിട്ട് അതിനെ ഇങ്ങനെ വീണ്ടും ഒരു ജനറേഷൻ ഉണ്ടാക്കാൻ പോലും വിടാതെ നമ്മൾ അതിനെ എന്ത് ചെയ്തു, കൊന്ന് തിന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, അത് തീർന്നു പോകത്തില്ലേ? ഇപ്പോൾ മീൻ പിടിക്കുന്ന സമയത്ത് നിങ്ങൾ ട്രോളിംഗ് നിരോധനം എന്നൊക്കെ പറഞ്ഞ് വാർത്തയെ കേൾക്കുന്നുണ്ടായിരിക്കും. അതായത് മീനുകൾ ഈ മുട്ടയിടുന്ന ഒരു സമയം ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ ചെന്ന് മീൻ പിടിച്ചുകൊണ്ടിരുന്നാൽ മീനിനോടൊപ്പം ഈ മുട്ടകളൊന്ന് വരും. പിന്നെ എങ്ങനെ വീണ്ടും വീണ്ടും ഇവിടെ മീനുണ്ടാവുന്നത്? അത് തീർന്നു പോകത്തില്ലേ? അപ്പം അങ്ങനെ നമ്മൾ ഓവർ യൂസ് ചെയ്യരുത്. കൃത്യമായ സമയം കൊടുത്ത് മര്യാദയ്ക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവയൊക്കെ എന്തായിരിക്കും, റിന്യൂവബിൾ ആയിരിക്കും. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. റിന്യൂവബിൾ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, അത് സ്വന്തമായിട്ട് റിന്യൂവബിൾ അല്ലെങ്കിൽ സ്വന്തമായിട്ടത് റീപ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നു പോകത്തില്ല. അതായത് ദാറ്റ് ആർ കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് ഫിസിക്കൽ കെമിക്കൽ പ്രോസസ്സിലൂടെ റീപ്ലെനിഷ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് നമ്മൾ ഓവർ യൂസ് ചെയ്യാത്തിടത്തോളം അത് സസ്റ്റൈനബിൾ ആയി നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. സൂര്യപ്രകാശം, കാറ്റ്, വെള്ളം, വനം, മൃഗങ്ങൾ ഒക്കെ ഇതിനകത്ത് വരുന്നവ ആണ്. ഉദാഹരണങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ദേ ആർ ഫോംഡ് ഓവർ മില്യൻസ് ഓഫ് ഇയേഴ്സ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അത് തീർന്നു പോകും. വീണ്ടും ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഉണ്ടാവും, പക്ഷേ അത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങളെടുത്ത് ഉണ്ടാവുന്നതാണ്. സോ നമുക്ക് നമ്മുടെ ഒരു കാലത്ത് തിരിച്ചു കിട്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ അളവ് കുറയുന്നു എന്ന് പറയാം. ഉദാഹരണം കൽക്കരി, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്. ഇതെല്ലാം ആലോചിച്ച് നോക്കി, ഇത് ബില്യൻസ് അല്ലെങ്കിൽ മില്യൻസ് ഓഫ് ഇയേഴ്സ് മണ്ണിനടിയിൽ പെട്ടുകിടക്കുന്ന ചെടികളോ മൃഗങ്ങളോ രൂപമാറ്റം കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പം നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഉൽപ്പാദിപ്പിക്കപ്പെടണമെന്ന് വെച്ചാൽ അത്രയും മില്യൻസ് ഓഫ് വർഷം എടുക്കും. അത്രയും കാലം മനുഷ്യരുണ്ടാകുമെന്ന് പോലും നമുക്കറിയില്ല. സോ നമ്മൾ പറയും എന്താണ്, ഉപയോഗിക്കുന്നതനുസരിച്ച് ഇത് തീർന്നു പോകുന്നവയാണ്. അതാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സുകൾ എന്ന് പറയുന്നത്. സെറ്റല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത് വരുന്നതാണ് അത് നോൺ റിന്യൂവബിൾ അല്ലേ. ദ എയർ വി ബ്രീത്ത് ആൻഡ് സൺലൈറ്റ് ആർ അവൈലബിൾ ഇൻ അൺലിമിറ്റഡ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ അത് റിന്യൂവബിൾ ആണ്. ബട്ട് ദർ ആർ റിസോഴ്സസ് ലൈക്ക് കോൾ, പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്. ഇതെന്ത് പറ്റും? ഇത് നമുക്കിത് ഒരുപാട് കാലം ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ സോ നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഹാവ് ബീൻ ഫോംഡ് ഓവർ മില്യൻസ് ഓഫ് ഇയേഴ്സ് ആൻഡ് ഹൂസ് റിസർവ് ഡിക്രീസസ് വിത്ത് യൂസ് അല്ലേ. അതിൻ്റെ അളവ് നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. മിനറൽ, ഫോസിൽ ഫ്യൂലൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. നമുക്കിത് വീണ്ടും ഉൽപ്പാദിപ്പിക്കാമോ എന്ന് ചോദിച്ചാൽ പറ്റും, പക്ഷേ സമയമെടുക്കും. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, നോൺ റിന്യൂവബിൾ. അടുത്ത് വരുന്നതാണ് ഓണർഷിപ്പ്. ഉടമസ്ഥതയെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് റിസോഴ്സിനെ 4 ആയി തിരിക്കാം. പേഴ്സണൽ റിസോഴ്സ്, കമ്മ്യൂണിറ്റി റിസോഴ്സ്, നാഷണൽ റിസോഴ്സ്, ഇൻ്റർനാഷണൽ റിസോഴ്സ്. വളരെ എളുപ്പമാണ്. ഒരു വ്യക്തിയുടെ കയ്യിലുള്ള റിസോഴ്സുകളാണ് നാച്ചുറൽ റിസോഴ്സ്. നിങ്ങളുടെ വീട്, നിങ്ങളുടെ കാറ്, നിങ്ങളുടെ ബാഗ്, നിങ്ങളുടെ ബുക്ക്, ഇതൊക്കെ നിങ്ങളുടെ സ്വന്തമല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയുടെ സ്വന്തമല്ലേ. അതാണ് എന്തെന്ന് പറയുന്നത്, പേഴ്സണൽ റിസോഴ്സ് എന്ന് പറയുന്നത്. ഓൺഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ, വീട്, വസ്തു, വണ്ടികൾ. എന്നാൽ നിങ്ങളുടെ അമ്പലം, പള്ളി, മോസ്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലേ ഗ്രൗണ്ട്, നിങ്ങളുടെ സ്കൂള്, ഇതൊക്കെ നിങ്ങൾ ഒരാൾക്ക് മാത്രമുള്ളതാണോ? അല്ല. ഒരു കുടുംബക്കാർക്ക് മാത്രമുള്ളതാണോ? അല്ല. അതൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഒരുമിച്ച് ഓണർഷിപ്പ് ഉള്ളതായിരിക്കും. അതായത് അക്സസിബിൾ ടു ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. ഉദാഹരണത്തിന് പബ്ലിക് പാർക്ക്, ഗ്രൗണ്ട്, സിമെട്രി, അതായത് ഈ പറയുന്ന സെമിത്തേരിയ, പാർക്ക്, ആരാധനാലയങ്ങൾ, ഇതൊക്കെ എന്താണ്, ആ ജനങ്ങൾക്ക് മൊത്തത്തിൽ അല്ലെ, ഒരാൾക്കല്ല ഒരു കൂട്ടം ജനങ്ങൾക്കുള്ളതാണ് കമ്മ്യൂണിറ്റി റിസോഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു രാജ്യത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തുള്ള എല്ലാം രാജ്യത്തിൻ്റെ റിസോഴ്സാണ്. എന്നാൽ അതിൻ്റെ അധികാരം പ്രധാനമായിട്ടും എന്തായിരിക്കും, സർക്കാരുകൾക്കാണെങ്കിൽ അതാണ് നാഷണൽ റിസോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഓൺഡ് ബൈ ദ നേഷൻ. ആ രാജ്യത്തെ മിനറൽ ഡെപ്പോസിറ്റ്, വനങ്ങൾ, വൈൽഡ് ലൈഫ്, വാട്ടർ റിസോഴ്സസ്, അതുപോലെ അതിൻ്റെ ബോർഡറിനകത്ത് വരുന്ന എല്ലാ ലാൻഡും പ്ലസ് ആ പറയുന്ന ലാൻഡ് കഴിഞ്ഞിട്ട് 22.2 കിലോമീറ്റർ ദൂരത്തോളം വരുന്ന കടലിലുള്ള സാധനങ്ങളും ആ രാജ്യത്തിൻ്റെ സ്വന്തമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പറയും 12 നോട്ടിക്കൽ മൈൽ ദൂരം വരെ രാജ്യ അതിർത്തിക്ക് ശേഷമുള്ള കടലും ആ രാജ്യത്തിൻ്റെ സ്വന്തമായിരിക്കും. അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്നും 22.2 കിലോമീറ്റർ, നമുക്കതിലെ കിലോമീറ്ററിലെ കുറച്ചുകൂടി വശമുള്ള അത്രയും ദൂരത്തിലുള്ള കടൽ സമ്പത്തും നമ്മുടെ സ്വന്തമാണ്. അവിടെയും മറ്റു രാജ്യത്തിന് വന്ന് കയറാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ പറയുന്ന കടൽ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗമോ അല്ലേ, നമ്മുടെ വേൾഡ് മാപ്പ് എടുത്തു കഴിഞ്ഞാൽ കുറേ കടലുള്ളതല്ലേ, ആ കടലിൻ്റെ ഭാഗമൊക്കെ ആർക്കാ? അതാണ് ഇൻ്റർനാഷണൽ റിസോഴ്സുകൾ എന്ന് വെച്ചാൽ അവിടെ ഇൻ്റർനാഷണൽ ഏജൻസികളായിരിക്കും അത് ഓൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആർക്കും വ്യക്തമായ ഓണർഷിപ്പ് അവിടെ ഇല്ല എന്ന് വേണം പറയാൻ. അതായത് നോക്കിയേ, ബിയോണ്ട് 200 നോട്ടിക്കൽ മൈൽ, 200 നോട്ടിക്കൽ മൈലിന് ശേഷമുള്ള ഭാഗമൊക്കെ നോ കൺട്രി ക്യാൻ യൂസ് ദം വിത്തൗട്ട് പെർമിഷൻ. ഒരു രാജ്യത്തിനും അത് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. ഇനി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇപ്പോൾ നമ്മുടെ യുണൈറ്റഡ് നേഷൻസിനെ പോലെയുള്ള
അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് നാറ്റോ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ രാജ്യങ്ങൾ ചേർന്ന സഖ്യങ്ങൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ഉണ്ടാവുമല്ലോ, അവരുടെ അനുമതി വേണം. ഈ ഓർഗനൈസേഷനിൽ പല രാജ്യത്തുള്ള മെമ്പേഴ്സും കാണും. അതാണ് ഇൻ്റർനാഷണൽ റിസോഴ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ റിസോഴ്സുകൾ നമുക്ക് എത്രയായിട്ട് തിരിക്കാൻ പറ്റും? ബേസ്ഡ് ഓൺ ഓണർഷിപ്പ് 4 അല്ലേ? പേഴ്സണൽ, കമ്മ്യൂണിറ്റി, നാഷണൽ, ഇൻ്റർനാഷണൽ. പേഴ്സണൽ എന്ന് വെച്ചാൽ വ്യക്തിയുടെ കയ്യിലിരിക്കുന്നത്, കമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിയിലുള്ള ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കയ്യിലിരിക്കുന്നത്, നാഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ കയ്യിലിരിക്കുന്നത്, ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഓണർഷിപ്പ് ഇല്ല, ഇൻ്റർനാഷണൽ ഏജൻസികളുടെ കയ്യിലിരിക്കുന്നത്. പേഴ്സണലിനകത്ത് നമ്മളെ വീട്, വസ്തു, കാറ്, ബൈക്കൊക്കെ വരും. എന്നാൽ അമ്പലം, പള്ളി, പബ്ലിക് പാർക്ക്, സിമെട്രി അതുപോലെയുള്ള സാധനങ്ങളൊക്കെ കമ്മ്യൂണിറ്റിയിൽ വരും. എന്നാൽ ഒരു രാജ്യത്തിനകത്തുള്ള എല്ലാ മിനറൽ ഡെപ്പോസിറ്റുകൾ, വൈൽഡ് ലൈഫ്, വാട്ടർ റിസോഴ്സസ്, ലാൻഡ്, അതുപോലെ 12 നോട്ടിക്കൽ മൈലിനകത്ത് വരെയുള്ള കടലിലുള്ളതുമില്ല എന്താണ് രാജ്യത്തിൻ്റെതായിരിക്കും. എന്നാൽ 200 നോട്ടിക്കൽ മൈൽ അതിർത്തിക്ക് ശേഷം വരുന്ന ഭാഗങ്ങളൊക്കെ എന്തായിരിക്കും? ഒരു രാജ്യത്തിനും അവകാശമില്ല. അതിൻ്റെ അവകാശം എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഏജൻസികൾക്കായിരിക്കും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻ്റർനാഷണൽ റിസോഴ്സുകൾ എന്ന് വിളിക്കുന്നത്. സെറ്റല്ലേ? അപ്പോൾ റിസോഴ്സിനെ ഓണർഷിപ്പിനെ അടിസ്ഥാനപ്പെടുത്തി തിരിക്കാം. പേഴ്സണൽ, കമ്മ്യൂണിറ്റി, നാഷണൽ, ഇൻ്റർനാഷണൽ. പേഴ്സണലിനകത്ത് വ്യക്തി, കമ്മ്യൂണിറ്റിയിൽ സൊസൈറ്റി, നാഷണൽ ആണെങ്കിൽ രാജ്യം, ഇൻ്റർനാഷണൽ ആണെങ്കിൽ ഇൻ്റർനാഷണൽ ഏജൻസി. വീട്, കാറൊക്കെ വ്യക്തിക്ക്, പ്ലേ ഗ്രൗണ്ട്, പാർക്ക്, സിമെട്രി ഒക്കെ കമ്മ്യൂണിറ്റിക്ക്. എന്നാൽ ഒരു രാജ്യത്തുള്ള മിനറൽ, ഫോറസ്റ്റ്, വാട്ടർ, ലാൻഡ്, 12 നോട്ടിക്കൽ മൈലിനകത്ത് വരുന്ന കടൽ ഒക്കെ രാജ്യത്തിൻ്റെ സ്വന്തം. എന്നാൽ 200 നോട്ടിക്കൽ മൈലിനപ്പുറമുള്ള ഭാഗമാണ് ഇൻ്റർനാഷണൽ വരുന്നത്. അവിടെ ആർക്കും അവകാശം ഇല്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സംശയം വരുന്നൊരു ഭാഗം ഇതാണ്. അതായത് നോക്കി, നമ്മൾ പറഞ്ഞല്ലോ ഒരു വസ്തു റിസോഴ്സായിട്ട് മാറുന്ന എപ്പോഴാണ്? നമ്മളത് ഉപയോഗം കണ്ടെത്തുമ്പോഴാണ്. എന്നാൽ ടെക്നോളജിയുടെ ലിമിറ്റേഷൻ കാരണം, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന അപ്രോപ്രിയേറ്റ് ടെക്നോളജി ഇല്ലാത്തത് കാരണം പല വസ്തുക്കളും നമുക്ക് ഇന്ന് നിലവിൽ റിസോഴ്സായിട്ട് കണക്കാക്കാൻ പറ്റാത്ത വരും. അതായത് റിസോഴ്സായിട്ട് കണക്കാക്കാമോ എന്ന് ചോദിച്ചാൽ ആക്കാം, പക്ഷേ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. സോ ഇതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്റ്റേറ്റസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് സ്റ്റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ റിസോഴ്സ് നമുക്ക് ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലേ? അതോ ഇപ്പോൾ പറ്റത്തില്ല, ഭാവി പറ്റുമോ? അതോ നമ്മൾ ഭാവിയിലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കാണോ? ഇതൊക്കെയാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റിന് അടിസ്ഥാനപ്പെടുത്തിയ റിസോഴ്സിനെ പ്രധാനമായിട്ടും കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് പറഞ്ഞാൽ 3 ആയിട്ട് തിരിക്കാം. ഒന്ന്, പൊട്ടൻഷ്യൽ റിസോഴ്സ്. എന്താണ് പൊട്ടൻഷ്യൽ റിസോഴ്സ് എന്ന് വെച്ചാൽ? നിങ്ങൾക്കിത് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളെല്ലാവരുടെയും അല്ലെ പാരൻസ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ടീച്ചേഴ്സ് പറയുന്ന സ്ഥിരം ഡയലോഗാണ്, നല്ല കഴിവുള്ള പയ്യനാണ് പക്ഷേ അവ ഉപയോഗിക്കുന്നില്ല അല്ലേ? നിങ്ങളെപ്പറ്റി ഉറപ്പായിട്ട് ഒരു ടീച്ചറെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അതെന്താ അതിൻ്റെ അർത്ഥം? കഴിവുണ്ട് അല്ലേ, നിങ്ങളെ കൊണ്ട് പറ്റും, പക്ഷെ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നില്ല, അത് ചെയ്യുന്നില്ല. അതുപോലെ ചില റിസോഴ്സുകൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, നമുക്ക് ഉപയോഗിക്കാൻ അറിയാമെന്ന് ചോദിച്ചാൽ അറിയാം, പക്ഷെ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. കുറച്ച് കഴിയുമ്പോൾ ഉപയോഗിക്കുമായിരിക്കും. ഉദാഹരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാൻ, ഗുജറാത്ത് പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എന്താണ് അല്ലെ, നല്ല നിരന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ് അല്ലെ, കാറ്റും അതുപോലെ തന്നെ സോളാർ എനർജിയുടെ ആവശ്യം പോലെ ഉണ്ട്. നമുക്കത് ആവശ്യം പോലെ ഉപയോഗിക്കാനും പറ്റും. പക്ഷേ നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല, അത്രത്തോളം ഉപയോഗിക്കുന്നില്ല. നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെച്ചേക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ടെക്നോളജി കുറവ് കൊണ്ട് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കാത്തതോ ആണ്. അപ്പോൾ ഇത്തരം റിസോഴ്സുകളാണ് എന്ത് പൊട്ടൻഷ്യൽ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റിസോഴ്സസ് ഫൗണ്ട് ഇൻ എ റീജിയൻ ബട്ട് ആർ നോട്ട് യെറ്റ് ഫുള്ളി യൂട്ടിലൈസ്ഡ്. ഫുള്ളായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല, പക്ഷേ നമ്മൾ ചെയ്യും. അപ്പോൾ എന്താണ്, ഭാവി ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്, അതാണ് എന്തെന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ റിസോഴ്സ് എന്ന് പറയും. എന്നാൽ നമ്മളിന്ന് ഉപയോഗിക്കുന്ന നമുക്കറിയാവുന്ന റിസോഴ്സുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡെവലപ്ഡ് റിസോഴ്സ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ ക്വാളിറ്റി എല്ലാം നമ്മൾ സർവേ ചെയ്ത് അസസ് ചെയ്ത് നമ്മളെല്ലാം ആവശ്യമുള്ള ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് നമ്മളത് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഡെവലപ്ഡ് റിസോഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം നമുക്ക് പെട്രോളിയം വേണമെങ്കിൽ പറയാം അല്ലെ. പെട്രോളിയം നമുക്കിത് വ്യക്തമായിട്ട് അറിയാം, എവിടെ എത്ര ഉണ്ട്, എത്ര കാലത്തേക്കുണ്ട്, അത് റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യാനൊക്കെ നമുക്ക് വ്യക്തമായിട്ടറിയാം. അതാണ് ഡെവലപ്ഡ് റിസോഴ്സ്. എന്നാൽ ഇത് രണ്ടിലും പെടാതെ വരുന്ന മറ്റൊരു സാധനമാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റോക്ക് എന്ന് പറയുന്നു. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളിൽ ഇപ്പോൾ എന്തില്ല, അപ്രോപ്രിയേറ്റ് ആയ ടെക്നോളജി കയ്യിൽ വന്നിട്ടില്ല. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഹൈഡ്രോജൻ എനർജി, ഹൈഡ്രോജൻ ഫ്യൂവൽ സെൽ എന്നൊക്കെ പറയുന്നത് പൊല്യൂഷൻ ഉണ്ടാക്കാത്ത നല്ല രീതിയിൽ എനർജി തരുന്ന ഒന്നാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ ഇന്ന് അതിനുള്ള ടെക്നോളജി ഇല്ല, അത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, വ്യക്തമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട്. ഭാവിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമായിരിക്കും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റോക്ക്. അപ്പോൾ സ്റ്റോക്കും പൊട്ടൻഷ്യലും തമ്മിലുള്ള വ്യത്യാസം എന്താ? പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ നമുക്ക് അറിയാം,
ടെക്നോളജി ഉണ്ട്, നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയില്ലെന്നേ ഉള്ളൂ. സ്റ്റോക്ക് ഉപയോഗം ഉള്ളതാണെന്നേ അറിയാവുള്ളൂ. അതിനെ എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യാനുള്ള ടെക്നോളജി നമ്മളിപ്പോൾ നിലവിൽ കണ്ടെത്തിയിട്ടില്ല. ഇപ്പോൾ ഹൈഡ്രജൻ സെല്ലുമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭാവിയിൽ കുറച്ചു കാലം കഴിയുമ്പോൾ അത് മാറാം, പക്ഷേ ഇപ്പോൾ നിലവിലില്ല. അതാണ് സ്റ്റോക്ക്. പൊട്ടൻഷ്യൽ സ്റ്റോക്ക് നമ്മൾ വ്യത്യാസം മനസ്സിലായല്ലോ. പൊട്ടൻഷ്യൽ നമുക്ക് ഉപയോഗിക്കാൻ അറിയാം, പക്ഷെ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ലെന്നേ ഉള്ളൂ. സ്റ്റോക്ക് നമുക്ക് ഉപയോഗം ഉണ്ടെന്നേ അറിയാവൂ, ഉപയോഗിക്കാനുള്ള ടെക്നോളജി നമ്മുടെ കയ്യിൽ ഇല്ല. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. മാറിപ്പോകരുത്, കൺഫ്യൂഷൻ വരും പഠിക്കുമ്പോൾ. അതാണ് പറഞ്ഞത്. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് വെച്ചിട്ട് റിസോഴ്സുകളെ മൂന്നായിട്ട് തിരിക്കാം: പൊട്ടൻഷ്യൽ, ഡെവലപ്ഡ്, സ്റ്റോക്ക്. അപ്പോൾ ഇതിൻ്റെ കാര്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഫാക്ടർ അല്ലെ, നമ്മൾ ടെക്നോളജിക്കലി ഫീസിബിൾ ആയിരിക്കണമെന്ന് ആദ്യം പഠിപ്പിച്ചതിൻ്റെ ഗുഡൻസ് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ടെക്നോളജി ഇല്ലെങ്കിൽ നമുക്ക് ആ റിസോഴ്സിനൊപ്പം ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ടെക്നോളജി ഉണ്ടോ ഇല്ലേ, അതാണ് ആ സ്റ്റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന വാക്കുകൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ കയ്യിൽ റിസോഴ്സ് ഉണ്ട്, അത് റീജിയണലുണ്ട്, പക്ഷെ നമ്മളിത് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പൊട്ടൻഷ്യൽ. എന്നാൽ ഒരു സ്ഥലത്ത് റിസോഴ്സ് ഉണ്ട്, പക്ഷെ നമ്മുടെ കയ്യിൽ അപ്രോപ്രിയേറ്റ് ടെക്നോളജിയേ ഇല്ലെങ്കിൽ അത് സ്റ്റോക്ക്. ഇനി റിസോഴ്സ് ഉണ്ടെന്നും അറിയാം, നമ്മളിൽ ടെക്നോളജി ഉണ്ട്, നമ്മളത് യൂസും ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഡെവലപ്ഡ് റിസോഴ്സ് എന്ന് പറയുന്നത്. തെറ്റാണല്ലോ, പിടികിട്ടി കാണുമല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ ആദ്യം പഠിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നാച്ചുറൽ റിസോഴ്സുകളെ പറ്റിയാണ്. എന്താണ് നാച്ചുറൽ റിസോഴ്സ്? നേച്ചറിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സ്, അതായത് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന മനുഷ്യന് യൂസ്ഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുകളെയോ ഒബ്ജക്റ്റുകളെയോ അല്ലെങ്കിൽ എനർജിയുടെ ഫോമിനെയോ നമുക്ക് എന്ത് വിളിക്കാം? നാച്ചുറൽ റിസോഴ്സുകൾ എന്ന് വിളിക്കാം. ഇതാ ഈ കാണുന്നത് ഒരു റിഫൈനറിയാണ്. അപ്പോൾ പെട്രോളിയം, ഈ കാണുന്ന മണ്ണ്, ഈ കാണുന്ന സൂര്യപ്രകാശവും വനവും ചെടിയും ഒക്കെ എന്താണ്? നാച്ചുറൽ റിസോഴ്സിനകത്ത് വരുന്നതാണ്. അപ്പോൾ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന സബ്സ്റ്റൻസുകളോ ഒബ്ജക്റ്റുകളോ അതുപോലെ തന്നെ എന്താണ് ഫോംസ് ഓഫ് എനർജിയോ എല്ലാം മനുഷ്യന് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് വിളിക്കാം? നാച്ചുറൽ റിസോഴ്സുകളെന്ന് വിളിക്കാം. അത് നമ്മുടെ പ്രകൃതിയിൽ നാച്ചുറൽ സ്റ്റേറ്റിൽ കിട്ടും. ഇത് എന്തല്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്തതല്ല. ഞാൻ പറഞ്ഞല്ലോ, സിമെൻറ്റ് നമ്മൾ ഉണ്ടാക്കിയതാ, സ്റ്റീൽ നമ്മൾ ഉണ്ടാക്കിയതാ, അതല്ല, ഇത് ഡയറക്റ്റായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. നമ്മളെ എയറും വാട്ടറും സോയിലും മിനറലും പ്ലാന്റും ഒക്കെ ഇതിനകത്ത് വരുന്നു. അതിൽ നമ്മൾ കൂടുതൽ ഇതിനകത്ത് ഇങ്ങനെ കത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതിൽ പഠിക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ട്. ഏതൊക്കെയാണ്? മിനറൽ റിസോഴ്സുകളെ പറ്റിയിട്ടും എനർജി റിസോഴ്സുകളെ പറ്റിയിട്ടും. അപ്പോൾ അതിലാദ്യം നോക്കാൻ പോകുന്നത് മിനറൽ റിസോഴ്സ് അല്ലേ. മിനറൽസ് എന്താണെന്നൊക്കെ ഉള്ളത് കെമിസ്ട്രിയിൽ വിശദമായി പഠിച്ച് എക്സ്ട്രാക്ഷനും പഠിച്ചിട്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളടുത്ത് കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ മിനറൽ എന്ന് വെച്ചാൽ എന്താണ്? നാച്ചുറലി ഒക്കർ ചെയ്യുന്ന ഓർഗാനിക്കോ ഇനോർഗാനിക്കോ ആയ സബ്സ്റ്റൻസ് ആണ്. അതിനൊരു ഡെഫിനിറ്റായ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കാണും. ഗോൾഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ നിറം എങ്ങനെയായിരിക്കും, അതിൻ്റെ ഹാർഡ്നെസ് എങ്ങനെയായിരിക്കും. അയൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതൊക്കെ എന്താണ്? മിനറലാണ്. പെട്രോളിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിൻ്റെതായ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അവയെല്ലാം കെമിക്കൽ കോമ്പൗണ്ടുകളാണ്. ഒന്നിലധികമോ എലമെൻറ്റുകളോ ആറ്റങ്ങളോ ഒക്കെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. അത് ഫ്രീ സ്റ്റേറ്റിലും കാണപ്പെടാറുണ്ട്, കമ്പൈൻഡ് സ്റ്റേറ്റിലും കാണപ്പെടാറുണ്ട്. അപ്പോൾ നമ്മളവിടെ പഠിച്ച കാര്യമാണ് അല്ലേ. നമ്മുടെ മനുഷ്യരുടെ ഡെവലപ്മെൻറ്റിന് അതുപോലെ തന്നെ നമ്മുടെ ടെക്നോളജിയുടെ വളർച്ചയ്ക്കനുസരിച്ച് ഇത് മാറിയിട്ടുണ്ട്. ഒരു സ്ഥലത്തിൻ്റെ ഡെവലപ്മെൻറ്റ് പോലും അവിടെ എത്ര മിനറൽസ് ഉണ്ടെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും. സൗദി അറേബ്യ അല്ലേ, രണ്ടാം ലോക മഹായുദ്ധത്തിന് മുന്നേ വരെ ഒരു സാധാരണ രാജ്യമായിരുന്നു സൗദി അറേബ്യ. അവിടെ പെട്രോൾ ഉള്ളത് കൊണ്ടാണ് ഇന്ന് സമ്പന്ന രാജ്യമായിട്ട് മാറുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ മിനറൽസിൻ്റെ പ്രസൻസ് ഒരു രാജ്യത്തെ സാമ്പത്തികമായി ഉന്നതിയിലെത്തിക്കാം. പിന്നെ ഉന്നതിയിലെത്തിക്കുമ്പോൾ തന്നെ അതിൻ്റെ പണികളുണ്ടാവും. നിങ്ങൾ ഈ അടുത്തെ വെനസ്വേലയെ പറ്റി കേട്ടായിരുന്നു? വെനസ്വേലയിൽ അമേരിക്ക അറ്റാക്ക് നടത്തി എന്നൊക്കെ പറഞ്ഞ് കേട്ടായിരുന്നു? ഈ വെനസ്വേലയും ഇതുപോലെ നമ്മുടെ പെട്രോളിയം കൊണ്ട് സമ്പുഷ്ടമായ ഒരു രാജ്യമാണ്. അപ്പോൾ അവിടെ അറ്റാക്ക് ചെയ്ത് ഇതിനു വേണ്ടിയാണെന്നൊക്കെ ആരൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് കേട്ടോ. സത്യമാണെന്നൊന്നും അറിയില്ല, നമുക്കറിഞ്ഞുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഗുണത്തിനും ചിലപ്പോൾ ദോഷത്തിനും ഇത് കാരണമായിട്ട് മാറും. നമ്മുടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മിനറൽസിനാണ്. അപ്പോൾ മിനറൽസ് എന്ന് വെച്ചാൽ എന്താണ്? നാച്ചുറലി ഒക്കർ ചെയ്യുന്ന ഓർഗാനിക്കോ ഇനോർഗാനിക്കോ എന്ന് വെച്ചാൽ ജീവജാലങ്ങളിൽ നിന്നുണ്ടായതോ അല്ല ജീവനില്ലാത്ത വസ്തുക്കളോ ആകാം. അതിൻ്റേതായ ഡെഫിനിറ്റായ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടാകും. അത് ആറ്റങ്ങൾ ചേർന്നുണ്ടായ ഒരു കോമ്പൗണ്ട് ആയിരിക്കാം. അത് ഫ്രീ സ്റ്റേറ്റിൽ കിട്ടാം, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് കമ്പൈൻ ചെയ്തും കിട്ടാം. അതൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ അതാണ് മിനറൽസ് എന്ന് പറയുന്നത്. ഈ മിനറൽസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒരുപാടുണ്ടല്ലോ, പിന്നെ ക്ലാസിഫൈ ചെയ്യണമല്ലോ. എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? മെറ്റാലിക് മിനറലുകളെന്നും നോൺ മെറ്റാലിക് മിനറലുകളെന്നും. അപ്പോൾ മെറ്റലിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള കണ്ടക്ടിവിറ്റി, സോണോരിറ്റി, മാലിയബിലിറ്റി അല്ലേ, ഈ പറയുന്ന പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള വസ്തുക്കളാണെങ്കിൽ നമ്മളതിനെ മെറ്റാലിക് മിനറൽ എന്ന് വിളിക്കും. ഇതൊന്നും കാണിക്കാത്തവരാണെങ്കിൽ നോൺ മെറ്റാലിക്. ഇവരെന്തായിരിക്കും? കണ്ടക്ടേഴ്സ് ആയിരിക്കില്ല, മാലിയബിൾ ആയിരിക്കില്ല, ഡക്റ്റൈൽ ആയിരിക്കത്തില്ല. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം? നോൺ മെറ്റാലിക് എന്ന് വിളിക്കാം. മെറ്റാലിക് മിനറൽസിനെ നമ്മൾ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഫെറസും മറ്റെന്തായിരിക്കും? നോൺ ഫെറസും. ഫെറസും
നോൺ ഫെറസും എന്ന് വെച്ചാൽ ഇരുമ്പിൻ്റെ അംശം ഉള്ളവരും ഇരുമ്പിൻ്റെ അംശം ഇല്ലാത്തവരും. ഈ താഴെ കാണുന്ന അയൺ, മാംഗനീസ് ഇവരൊക്കെ എന്താണ്? ഈ പറഞ്ഞ ഫെറസ് മിനറൽസ് ആണ്. അലൂമിനിയം, ബോക്സൈറ്റ്, കോപ്പർ, സിങ്ക്, ഗോൾഡ്, സിൽവർ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ മെറ്റലാണോ? മെറ്റലാണ്. പക്ഷെ ഇരുമ്പുണ്ടോ? ഇല്ല. അപ്പോൾ ഇവരെന്ത് വരും? ഇവരൊക്കെ നോൺ ഫെറസിനകത്ത് വരും. നിക്കലും നോൺ ഫെറസിൽ തന്നെയാണ് ഉൾപ്പെടുത്തുന്നത്. ചില കേസുകളിൽ അതിനെ ഫെറസിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എങ്കിലും നമുക്ക് തൽക്കാലം നോൺ ഫെറസിൽ നമുക്ക് ഉൾപ്പെടുത്താം. കാരണം നിക്കലും ഡയറക്റ്റായിട്ട് ഇരുമ്പില്ലാത്തത് കൊണ്ട്. ഇനി ഈ കാണുന്ന കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് മൂന്നും ഉണ്ടാകുന്നത് മൃഗങ്ങൾ അല്ലെങ്കിൽ ചെടികൾ മണ്ണിനടിയിൽ പോയിട്ട് ഡീകമ്പോസ് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പം മൃഗങ്ങളും ചെടികളും ഒക്കെ ജീവനുള്ളവരാണ്. അപ്പോൾ അവർ ഇനോർഗാനിക് ആണോ? അല്ല, അവർ ഓർഗാനിക്കാണ്. അപ്പോൾ ഇവർ നമുക്ക് ഈ പറയുന്ന നോൺ മെറ്റാലിക്കിനെ രണ്ടായിട്ട് തിരിക്കാം. ഇൻഓർഗാനിക് മിനറൽസ് എന്നും ഓർഗാനിക് മിനറൽ ഫ്യൂവൽസ് എന്ന് വിളിക്കുന്നതായിരിക്കും നല്ലത്. ഓർഗാനിക് ആണ്, അത് ഫ്യൂവൽസ് ആണ് കൂടുതൽ. അവർ വരുന്നതാണ് എന്ത്? കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്. അപ്പോൾ ഇൻഓർഗാനിക് മിനറൽസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവർക്ക് മെറ്റലിൻ്റെ പ്രോപ്പർട്ടി ഉണ്ടോ? ഇല്ല. എന്നാൽ അവർ ജീവനുള്ളതാണോ? അല്ല. പിന്നെ എന്തൊക്കെ വരും? മൈക്ക, ലൈംസ്റ്റോൺ, ഗ്രാഫൈറ്റ്, ക്ലേ, മാർബിൾ ഇതൊക്കെ എന്താണ്? നോൺ ലിവിങ് ആണ്, അല്ലെങ്കിൽ നോൺ ലിവിങ് തിങ്സ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. എന്നാൽ അവർ മെറ്റലാണോ? അല്ല. അപ്പോൾ അവരെന്തിൽ വരും? ഇൻഓർഗാനിക് മിനറൽസിനകത്ത് വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്ലാസിഫിക്കേഷൻ ചോദിക്കും. മിനറലുകളെ രണ്ടായി തിരിച്ചു, മെറ്റാലിക് എന്നും നോൺ മെറ്റാലിക്കും. മെറ്റൽ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ അവ മെറ്റാലിക്, അതിനെ വീണ്ടും രണ്ടായി തിരിച്ചു. ഫെറസ് എന്നും നോൺ ഫെറസ്, ഇരുമ്പുള്ളവയെന്നും ഇരുമ്പില്ലാത്തവയെന്നും. ഈ പറയുന്ന അയൺ, മാംഗനീസ് ഫെറസിൽ വരും. എന്നാൽ നിക്കൽ, അലുമിനിയം, ബോക്സൈറ്റ്, കോപ്പർ, സിങ്ക്, ഗോൾഡ്, സിൽവർ മെറ്റലാണ്, പക്ഷേ ഇരുമ്പില്ല. സോ നോൺ ഫെറസ്. ഇനി നോൺ മെറ്റൽസിനെയും രണ്ടായി തിരിക്കാം. ഇൻഓർഗാനിക് ആയിട്ടുള്ള മിനറലുകളും ഓർഗാനിക് ആയിട്ടുള്ള മിനറലുകളും അതിലാണ് ഫ്യൂവലുകൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ ഓർഗാനിക് മിനറൽ ഫ്യൂവൽ എന്ന് പറഞ്ഞ് വിളിച്ചാലും തെറ്റൊന്നുമില്ല. ഇൻഓർഗാനിക് മിനറൽസ് എന്ന് പറയുമ്പോഴത്തേക്കും മെറ്റൽ അല്ല, എന്നാൽ ഓർഗാനിക്കും അല്ല. മൈക്ക നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മൈക്ക നമ്മൾ സാധാരണ പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഈ സ്വിച്ച് ബോർഡൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുമായിരുന്നു. ഇന്ന് പ്ലാസ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. പണ്ട് ഈ പറയുന്ന ഡൈനിങ് ടേബിൾ, ടീപ്പോയുടെ ഒക്കെ മുകളിലായിട്ട് ഒരു തിന്നായിട്ടുള്ളൊരു സാധനം ഒട്ടിച്ചു വെച്ചിരിക്കത്തില്ലേ? നമുക്ക് ഇന്ന് കണ്ടാൽ പ്ലാസ്റ്റിക് പോലെ തോന്നിക്കുന്ന ആ ഒരു സാധനം, അത് മൈക്കയാണ്. ഡൈ ഇലക്ട്രിക് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മൈക്ക. ലൈംസ്റ്റോൺ കേട്ടിട്ടുണ്ടാവുമല്ലോ, ചുണ്ണാമ്പ് കല്ലെന്ന് പറയുന്ന സാധനം. പിന്നെ ഗ്രാഫൈറ്റും, ക്ലേയും, മാർബിളും നിങ്ങൾക്കറിയാം. ഇതൊക്കെ എന്താണ്? ഇൻഓർഗാനിക് മിനറൽസിനകത്ത് വരും. എന്നാൽ പെട്രോള്, കോള്, നാച്ചുറൽ ഗ്യാസ് ജീവനുള്ള വസ്തുക്കളിൽ നിന്നുണ്ടായ മെറ്റാലിക് പ്രോപ്പർട്ടി ഇല്ലാത്ത വസ്തു അവർ നമ്മൾ ഓർഗാനിക് മിനറൽ ഫ്യൂവൽസ് എന്നും വിളിക്കും. ഇതാണ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? നാച്ചുറൽ റിസോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? സബ്സ്റ്റൻസോ ഒബ്ജക്റ്റോ ഫോം ഓഫ് എനർജിയോ നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടുന്നു, അത് മനുഷ്യന് യൂസ്ഫുൾ ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് നാച്ചുറൽ റിസോഴ്സ്. അതിൽ നമ്മൾ പഠിക്കുന്നത് മിനറൽ റിസോഴ്സിനെ പറ്റിയിട്ടും എനർജി റിസോഴ്സുകളെ പറ്റിയിട്ടും. അപ്പോൾ എന്താണ് മിനറലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി ഒക്കർ ചെയ്യുന്ന ഓർഗാനിക്കോ ഇനോർഗാനിക്കോ ആയ സബ്സ്റ്റൻസ് ആണ്. അതിന് അതിൻ്റെതായ ഒരു ഡെഫിനിറ്റ് ആയ ഫിസിക്കൽ, കെമിക്കൽ പ്രോപ്പർട്ടി ഉണ്ട്. അവരെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. മെറ്റാലിക്, നോൺ മെറ്റാലിക്. മെറ്റാലിക്കിൽ ഫെറസ്, നോൺ ഫെറസ്. ഇത് പഴയ SSLC ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഞാൻ എടുത്ത ഒരു ഫോട്ടോയാണ്. ഓക്കെ. ആൻഡ് അടുത്ത് ഈ നോൺ മെറ്റാലിക്കിൽ അന്ന് ക്ലാസിഫൈ ചെയ്തിരുന്നത് മിനറൽ ഫ്യൂവൽസ് എന്നും അതർ മിനറൽസ് എന്നുമാണ്. ഈ മിനറൽ ഫ്യൂവൽസ് ആണ് നമ്മുടെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഓർഗാനിക്. ഈ അതർ മിനറൽസ് ആണ് എന്ത് പറഞ്ഞത്? ഇൻഓർഗാനിക് എന്ന് പറയുന്നത്. ഇതിനാണ് ഇൻഓർഗാനിക് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നത്. അയണും, മാംഗനീസും, ഗോൾഡ്, സിൽവർ, കോപ്പർ, ബോക്സൈറ്റ്, കോള്, പെട്രോളിയം, മൈക്ക. സെറ്റല്ലേ? ഓക്കെ അല്ലേ? അടുത്ത് പിന്നെ എന്താ വരുന്നത്? ഇതിൻ്റെയൊക്കെ ഉപയോഗങ്ങളാണ്. ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാൻ അതിനൊരു ടേബിളാക്കി അങ്ങ് കൊടുത്തു. ഇതാ ഇവിടെ നോക്കി. ഇനി ഡെഫിനിഷൻ നോട്ട് പഠിക്കണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ നോട്ട് കൂടി വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം. മിനറൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? മിനറലുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. മെറ്റാലിക് എന്ന് വെച്ചാൽ മെറ്റലിൻ്റെ പ്രോപ്പർട്ടി കാണിക്കുന്നത്. നോൺ മെറ്റാലിക് എന്നും തിരിക്കാം. മെറ്റാലിക്കിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്, ഫെറസും നോൺ ഫെറസും. നോൺ മെറ്റാലിക്കിനെ ആണെങ്കിൽ ഇനോർഗാനിക് എന്നും ഫോസിൽ ഫ്യൂലുകൾ അല്ലെങ്കിൽ മിനറൽ ഫ്യൂൽ എന്നും. ഫെറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പോ അതിൻ്റെ ഫോമോ കൊണ്ടായിരിക്കും. സ്റ്റീലിൻ്റെ പ്രൊഡക്ഷൻ ഉപയോഗിക്കും. ഈ പറഞ്ഞ ഇരുമ്പ്, അതുപോലെ മാംഗനീസ്, നിക്കൽ നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. നിക്കൽ നമ്മൾ താഴെ പറയുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇവിടെ പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ല. കാരണം സംടൈംസ് ഗ്രൂപ്പ്ഡ് ഹിയർ, ചിലപ്പോൾ ഗ്രൂപ്പ് ചെയ്യാറുണ്ട്. നോൺ ഫെറസിനകത്ത് ഈ പറഞ്ഞ ഇരുമ്പ് ഇല്ലാത്തവർ അലൂമിനിയം, കോപ്പർ, സിങ്ക്, ഗോൾഡ് ഒക്കെ വരും. നോൺ മെറ്റാലിക്കിനകത്ത് വരുന്ന എന്തായിരിക്കും? അവർക്ക്
മെറ്റൽ പോലെ അല്ല, അവർക്ക് മറ്റ് പ്രോപ്പർട്ടീസാണുള്ളത്. എനർജിക്കകത്ത് വരുന്നത് കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്. അങ്ങനെയുള്ള എല്ലാവരുടെയും കുറച്ച് ഉപയോഗങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇരുമ്പ് നമ്മൾ എന്തിനു ഉപയോഗിക്കും? വീട്ടിലെ ഫ്രൈയിങ് പാൻ മുതൽ മെഷീൻസ് ഉണ്ടാക്കാൻ വരെ ഉപയോഗിക്കുന്നു. ടൈറ്റാനിയം എന്ന് പറയുന്നത് എന്തിനു ഉപയോഗിക്കും? എയറോപ്ലെയിനുകൾ നിർമ്മിക്കാൻ, ജെറ്റിൻ്റെ എഞ്ചിൻ നിർമ്മിക്കാൻ, മിസൈൽ നിർമ്മിക്കാൻ. കാരണം ഇവർ ഇരുമ്പിനെ പോലെ സ്ട്രോങ് ആണ്, എന്നാൽ ഇവരെന്താണ്? ലൈറ്റ് വെയിറ്റ് ആണ്. സ്വർണം അല്ലെ, ഇപ്പോൾ സ്വർണ്ണം എന്താ ഒരു വിലയല്ലേ സ്വർണ്ണത്തിൻ്റെ. ജ്വല്ലറി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണിക് കമ്പോണൻറ്റുകൾ, റാമും സാധനത്തിനകത്തൊക്കെ ഗോൾഡ് പ്ലേറ്റിംഗ് അല്ലെങ്കിൽ ഗോൾഡ് ഉള്ളത് നിങ്ങൾ കേട്ടിട്ടില്ലേ? സ്പേസ് ടെക്നോളജിയിൽ ഉപയോഗിക്കും. മാംഗനീസ് ഫാർമസ്യൂട്ടിക്കൽസിൽ ഉപയോഗിക്കും. നോൺ മെറ്റാലിക് ആയിട്ടുള്ള സാധനങ്ങൾ മറ്റ് പല സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ചാറ്റ് GPT തന്നതാണ് ഈ പറഞ്ഞ ബൈജൂസ് +1 എന്ന് പറയുന്ന സാധനം കേട്ടോ. അതൊന്നും പഠിച്ച് വെച്ച് കളയരുത്. ഓക്കെ, നമ്മൾ നോട്ടിന് റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ കയറി വന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം എന്ന് പറയും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ പ്രധാനപ്പെട്ട ഈ പറയുന്ന മിനറൽസ് എന്ന് പറയുന്നത്. ഈ സെൻറ്റൻസ്, ഈ പാരഗ്രാഫാണ് ഞാൻ അവിടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി നമുക്ക് നോക്കാം. നമ്മുടെ ഭൂമിയിൽ ഒരുപാട് സ്ഥലത്ത് ഈ പറയുന്ന മിനറൽസ് കിട്ടാറുണ്ട്. ഏത് പറയുന്ന സ്ഥലത്ത് നിന്നാണോ നമുക്ക് ഈ മിനറൽസിനെ എക്സ്ട്രാക്ഷന് ഉതകുന്ന തരത്തിൽ കിട്ടുന്നത്, അതിന് നമ്മൾ എന്ത് വിളിക്കും? ആ മിനറലിൻ്റെ ഓർ എന്ന് വിളിക്കും. കെമിസ്ട്രി പഠിച്ച് നിങ്ങളുടെ ഇനി അത് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഇനി ഒരു ഓറിൽ നിന്ന് നമുക്ക് ഒന്നിലധികമോ മെറ്റൽസ് എന്ത് ചെയ്യാറുണ്ട്? കിട്ടാറുണ്ട്. കണ്ടു, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നമുക്ക് ഒന്നും അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കെമിസ്ട്രിയിലുള്ളത് അതുപോലെയുണ്ട്. പ്രധാനപ്പെട്ട കുറച്ച് ഈ പറയുന്ന മിനറൽസും അതിൻ്റെ ഓർ നോക്കിയാലോ? അതിന് മുന്നേ നോക്കിക്കോ, നമ്മളൊരു കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കണം. ഏത് സ്ഥലത്ത് നിന്നാണോ നമുക്ക് ഈ പറയുന്ന മിനറൽസ് നാച്ചുറലി ഒക്കർ ചെയ്യുന്നത്, അത് നല്ല അളവിൽ കാണുന്നത് നമ്മളതിന് മിനറൽ ഡെപ്പോസിറ്റുകൾ എന്ന് പറയും. മിനറൽസും ഓറും നോക്കാം. ഇരുമ്പിൻ്റെ ഓറ് ഹാമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ലിമണൈറ്റ്. കോപ്പറിൻ്റെ ആണെങ്കിലോ കാൽക്കോപൈറേറ്റ്, നേറ്റീവ് കോപ്പർ, സാധാരണ കോപ്പർ. മാംഗനീസ് ആണെങ്കിലോ പൈറോലുസൈറ്റും അതുപോലെ സിലോമെലനും. ഓക്കെ, സിലോമെലൻ എന്ന് പറഞ്ഞാൽ മതി. അലൂമിനിയം. ഓക്കെ, അലൂമിനിയത്തിൻ്റെ ബോക്സൈറ്റ്, ക്രോമിയത്തിൻ്റെ ക്രോമൈറ്റ്, യുറാനിയത്തിൻ്റെ യുറാനൈറ്റ്. പഠിക്കാൻ എളുപ്പം. അടുത്ത് ലെഡിൻ്റെത് ഗെലന, അത് ഓർത്ത് വെച്ചേക്കണം. സിങ്കിൻ്റെതാണെങ്കിലോ സ്ഫാലറൈറ്റ്. ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ്. ടൈറ്റാനിയത്തിനാണെങ്കിൽ ലിമണൈറ്റും റൂട്ടൈലും. ഇതിൽ നമ്മൾ എക്സ്ട്രാ പഠിക്കേണ്ടത് ഏതൊക്കെയാണ്? ഈ പറയുന്ന ടൈറ്റാനിയത്തിൻ്റെ ലിമണൈറ്റ്, റൂട്ടൈൽ നമുക്കധികം പരിചയമില്ലാത്തതാണ്. യുറാനൈറ്റും ക്രോമൈറ്റും അലൂമിനിയം ബോക്സൈറ്റും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അയണിൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലെഡിൻ്റെ ഗലീന, സിങ്കിൻ്റെ സ്ഫാർലൈറ്റ് ഒന്ന് നോക്കി വെച്ചോളണം. ബാക്കിയൊക്കെ നമുക്ക് ഏതാണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മിനറൽസിനെ പറ്റി നമ്മൾ പ്രധാനമായിട്ട് പറയാനായിട്ട്. നമ്മൾ സോഷ്യൽ സയൻസ് സ്റ്റുഡൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിനറൽസ് എന്ന് പറയുന്നത് പ്രകൃതിയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അനുസരിച്ച് തീർന്നു പോകുന്ന സാധനമാണ്. സോ ഹാൻഡിൽ വിത്ത് കെയർ. ഉപയോഗിക്കുന്ന നേരമാണോ അല്ലെങ്കിൽ തീർന്നു പോകും. അങ്ങനെയുള്ള മിനറലുകളിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മിനറലുകളായിട്ടുള്ള 1-2 ആൾക്കാരെ പറ്റിയിട്ടുള്ള ബേസിക് ആയ രണ്ട് ഫാക്റ്റ് നോക്കും. ഈ കണ്ടോ, ഇതാണ് ചാർജാസ് മൈൻ. ഓക്കെ, എന്താണ്? ചാർജാസ് മൈൻ. ഓക്കെ, ചാർജാസ് എന്നല്ലേ ഇതിന് വായിക്കുന്നത്? CAR, കാർജാസ് എന്ന് വായിക്കും. ചാ അല്ല, കാ എന്ന് വായിക്കും. അപ്പോൾ എന്താണ് ആ കാർജാസ് മൈൻ? എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസീലിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന മൈനാണ് ഈ കാണുന്നത്. KGF കണ്ടപ്പോൾ നമുക്ക് ഗോൾഡ് മൈൻ ചെയ്യാൻ പോയി അതുപോലെ ഉണ്ടല്ലേ കാണാനായിട്ട്, ഇങ്ങനെ സൈഡിൽ കൂടി വഴിയൊക്കെ വെട്ടിയിട്ട്. ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. കാർജാസ് അല്ലേ, ചാ വേണ്ട, കാ എന്നതിന് വായിക്കാം. ഓക്കെ, കാർജാസ് മൈൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ കാർജാസ് മൈൻ എന്താണ്? ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇരുമ്പ് ഈ പറഞ്ഞ ഹാമറ്റൈറ്റ് ആയാലും മാഗ്നറ്റൈറ്റ് ആയാലും ഇതൊക്കെ പ്രകൃതിയിൽ പാറകളിലാണ് കാണുന്നത്. അങ്ങനെ പാറകൾ കാണുന്ന സ്ഥലങ്ങളിൽ നമ്മൾ മൈൻ ഉണ്ടാക്കാറുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഇരുമ്പിനെ പൊട്ടിച്ചെടുക്കാറുണ്ട്. പിന്നെ അത് നമ്മൾ പ്യൂരിഫൈ ചെയ്യാറുണ്ട്. പ്യൂരിഫിക്കേഷനൊക്കെ നമ്മൾ പഠിച്ചു. ടീച്ചിങ്, റോസ്റ്റിങ്ങും കാൽസിനേഷനും ഒക്കെ നമുക്കറിയാം. പ്യൂരിഫിക്കേഷൻ അറിയാം, എല്ലാം അറിയാം. അപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതി. ലാർജസ്റ്റ് റിസർവ് ഓഫ് അയൺ ഓർ എന്ന് പറയുന്നത് എവിടെയാണ് കാണപ്പെടുന്നത്? ബ്രസീലിലാണ്. ബ്രസീൽ അല്ലാത്ത പിന്നെ വേറെ ഏതൊക്കെ രാജ്യങ്ങളുണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു, റഷ്യയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, അമേരിക്കയിൽ കാനഡയിൽ കാണാൻ സാധിക്കുന്നു, അമേരിക്കയുടെ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്, സൗത്ത് അമേരിക്കയിൽ കാണാൻ പറ്റുന്നുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, ജപ്പാനിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന ചൈനയുടെ ഭാഗമാണോ ഇത് റഷ്യയുടെ ഭാഗമാണോ എന്നറിയില്ല, എന്നാലും ചൈനയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ആഫ്രിക്കയിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഓറും മിനറൽ ഡെപ്പോസിറ്റും എന്താണെന്ന് നമ്മൾ നോക്കാം. ഓർ എന്ന് വെച്ചാൽ എന്താണ്? ഈ പറയുന്ന എർത്ത് മെറ്റീരിയൽ, അവിടെ നമുക്ക് ഒന്നും അധികമോ മെറ്റൽ കാണാൻ പറ്റും. നമുക്കതിന് ഈസി ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ ഹൈ കോൺസെൻട്രേഷൻ കാണുന്ന സ്ഥലങ്ങൾ നമ്മൾ മിനറൽ ഡെപ്പോസിറ്റുകളെന്ന് വിളിക്കുന്നു. അതിൽ ഇരുമ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇരുമ്പ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് സ്റ്റീലിന് വേണ്ടിയിട്ടാണ്. അതിന് മുമ്പായിട്ട് ഏറ്റവും കൂടുതൽ കാണുന്ന സ്ഥലങ്ങളാണ് നമ്മൾ ഓസ്ട്രേലിയ, ബ്രസീൽ, ചൈന, ഇന്ത്യ, റഷ്യ. ഏറ്റവും കൂടുതൽ കാണുന്ന
പ്രധാനപ്പെട്ട 5 രാജ്യങ്ങളിൽ ആദ്യം ഓസ്ട്രേലിയ, ബ്രസീൽ, ചൈന, ഇന്ത്യ, റഷ്യ. അതിൽ കാർജാസിലാണ് ബ്രസീലിലുള്ളത്. ഇന്ത്യയിലെ ഒഡീഷ, ജാർഖണ്ഡ് ഏരിയയിലാണുള്ളത്. കർണാടകയിലൊക്കെ ഉണ്ട്. ഇതിവിടെ മെയിൻ സ്ഥലങ്ങളെ പറ്റിയിട്ട് പറയുന്നുള്ളൂ. ഓക്കെ, എന്തിനാണ് നമ്മൾ ഈ പറഞ്ഞ ഇരുമ്പ് ഉപയോഗിക്കുന്നത്? ഇരുമ്പ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്റ്റീലിൻ്റെ നിർമ്മാണത്തിനാണ്. നമ്മൾ ഓരോ സ്റ്റീലും അതിൻ്റെ പ്രോപ്പർട്ടിയും പഠിച്ചവരല്ലേ. കാർബൺ സ്റ്റീൽ എന്ത്, ക്രോമിയം സ്റ്റീൽ എന്ത് എല്ലാം നമുക്കറിയാം. ഓക്കെ, അപ്പോൾ സ്റ്റീൽ 92% നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? സ്റ്റീലിൻ്റെ ഉൽപ്പാദനത്തിനാണ്. ഏതാണ്ട് 50ഓളം രാജ്യങ്ങളാണ് ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ. ഇവിടെ ഇനി എന്തെങ്കിലും ഞാൻ പറഞ്ഞു തരേണ്ടതായിട്ടുണ്ടോ? ഇല്ലല്ലോ. കോപ്പറിലോട്ട് പോകാമല്ലോ, വെറുതെ സമയം കളയണ്ടല്ലോ. അപ്പോൾ കോപ്പർ അല്ലേ, നമ്മൾ ഇരുമ്പിനേക്കാൾ മുന്നേ ഉപയോഗിച്ചു തുടങ്ങിയ ഒന്നാണ് കോപ്പർ എന്ന് പറയുന്നത്. കാരണം പ്രകൃതിയിൽ ഇതൊരു ഫ്രീ സ്റ്റേറ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് എക്സ്ട്രാക്ട് ചെയ്യാനും ഉപയോഗിക്കാനും പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇരുമ്പിനേക്കാൾ മുമ്പ് എന്ത് ചെയ്തത്? കോപ്പർ ഉപയോഗിച്ചല്ലേ. കോപ്പർ ഏജ്, ബ്രോൺസ് ഏജ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏർലി ഹ്യൂമൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന കോപ്പറിനെ ടൂൾസ് നിർമ്മിക്കാനും ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കോപ്പറിനും പ്രധാനമായിട്ടും നമുക്ക് നേച്ചുറൽ സ്വന്തമായിട്ട് തന്നെ ഇത് കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് കോപ്പർ എന്ന് പറയുന്നത്. വേറെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും കോപ്പറിലില്ല. കോപ്പർ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ്? ചിലിയാണ്. ചിലി എന്ന് പറയുന്ന രാജ്യം എവിടെ നിങ്ങൾക്കറിയാവോ? ചിലി എന്ന് പറയുന്ന രാജ്യം നമ്മുടെ മാപ്പ് നോക്കുകയാണെങ്കിൽ ഏതാണ്ടത് ഈ ഒരു ഭാഗത്തായിട്ട് വരും ചിലി. അതിന് മുകളിൽ പെറു. ഇവിടെയായിട്ട് വരുന്നതാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. നമ്മളിവിടെ പഠിക്കും. ഓക്കെ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ വരും. ഇനി നോക്കാം. ചിലിയിലുള്ള 2 പ്രധാനപ്പെട്ട മൈനുകളാണ് എസ്കോണ്ടിഡ എന്ന് ഉച്ചരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എസ്കോണ്ടിഡ അവരുടെ ഭാഷയിൽ എന്താണെന്നറിയില്ല. അതുപോലെയാണ് കൊലാഹുസി. ഓക്കെ, കൊലാഹുസി എന്നാണെന്ന് തോന്നുന്നു. അതോ ഇത് സ്പാനിഷ് വാക്കിൽ നിന്നാണ് വന്നതെന്നാണ് ഇതിൻ്റെ എറ്റിമോളജി നോക്കിയപ്പോൾ കിട്ടിയത്. പക്ഷേ എന്നെ കൊണ്ട് അത് ഉച്ചരിക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ അതുകൊണ്ട് COLLA കൊല HUASI ഹുസി എന്ന് ഞാൻ വായിക്കുന്നു. ഇവിടെ കോമഡി എന്താണെന്നറിയാമോ? കോമഡി അല്ല, ഒരു ഫാക്റ്റ് എന്താണെന്നറിയാമോ? ഇതൊരു വലിയ ഡെസേർട്ടിലാണ്. അറ്റക്കാമ എന്ന് പറയുന്ന ഡെസേർട്ട് നമ്മൾ എവിടെയോ പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? ഈ അറ്റക്കാമ ഡെസേർട്ടിനകത്താണ് ഈ പറയുന്ന മൈൻസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള 2 കോപ്പർ മൈൻസിൽ ഒന്ന് എസ്കോണ്ടിഡയും അതുപോലെ കൊലാഹുസിയും എവിടെയാണ്? ചിലി എന്ന് പറയുന്ന രാജ്യത്തിലാണ്. ചിലിക്ക് പുറമേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, പെറു, ചൈന ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? ലീഡിങ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദിമ മനുഷ്യൻ ഉപയോഗിച്ച് തുടങ്ങിയ മെറ്റലുകളിൽ ഒന്നാണ് കോപ്പർ എന്ന് പറയുന്നത്. കോപ്പർ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയിലാണ്. നിങ്ങളുടെ വീട്ടിലെ കറണ്ട് വരുന്ന വയർ നിർമ്മിച്ചിട്ടുള്ളത് കോപ്പറാണ്. നമ്മളത് ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. അലൂമിനിയം നമ്മൾ പുറത്ത് കമ്പി അല്ലേ, നമ്മുടെ KCB ലൈൻ വലിക്കാൻ. വീട്ടിലാണെങ്കിൽ കോപ്പറാണ് ഉപയോഗിക്കുന്നത്, കാരണം റെസിസ്റ്റൻസ് ലോ ആണെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടുഡേ കോപ്പർ ഹാസ് ബീൻ ആൻ ഇൻഡിസ്പെൻസിബിൾ മെറ്റൽ ഇൻ ദ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രി. ജനറേറ്റർ, വയർ, ട്രാൻസ്ഫോമർ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഓക്കെ, ഒബ്സർവ് ദ മാപ്പ് ആൻഡ് ഐഡന്റിഫൈ ലൊക്കേഷൻ ഓഫ് കോപ്പർ മൈൻസ് ഇൻ ദ വേൾഡ് കിട്ടിയിട്ടുണ്ട്. ചിലി അറ്റ്ലസിൽ നിങ്ങൾ കണ്ടെത്താൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അതുപോലെ കൊലാഹുസി മൈൻ്റെ ഉൽപ്പാദനത്തിൽ പ്രത്യേകതയാണെന്ത്? പെക്യുലിയാരിറ്റി, സ്പെഷ്യാലിറ്റി ആണെന്ത്? ഇത് ഉയർന്ന ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുന്ന അറ്റക്കാമ ഡെസേർട്ട് ഇരിക്കുന്ന ഒന്നാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇനി ഇരുമ്പും കോപ്പറും അല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊന്നാണ് അലൂമിനിയം. എവിടെയാണ്? ഇലക്ട്രിക്കൽ വയറുകൾ, അതുപോലെ മോട്ടോർ വെഹിക്കിൾസ്, എയറോപ്ലെയിൻസ്, ക്യാനുകളൊക്കെ നിർമ്മിക്കാനും ബിൽഡിങ്സ് നിർമ്മിക്കാനും ഉപയോഗിക്കുന്നു. നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് വരുന്ന ക്യാൻസ് അലൂമിനിയം അല്ലേ. അതുപോലെ മാംഗനീസ് എവിടെ ഉപയോഗിക്കുന്നു? സ്റ്റീലിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ ലെഡ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നു? ബാറ്ററി, ലെഡ് ആസിഡ് ബാറ്ററി, അതുപോലെ സെറാമിക് പ്രോഡക്റ്റുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ക്രോമിയം നമ്മൾ എവിടെ ഉപയോഗിക്കുന്നു? സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നു. അപ്പോൾ അതും കൂടെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വയ്ക്കുക. അലൂമിനിയം വയറുകൾ, വെഹിക്കിൾസ്, എയറോപ്ലെയിൻസ്, ക്യാൻസ്, ബിൽഡിങ്സ്. മാംഗനീസ് ആണെങ്കിൽ എവിടെ ഉപയോഗിക്കുന്നു? സ്റ്റീലിൻ്റെ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നു. ലെഡ് ബാറ്ററികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ക്രോമിയം ആണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇതിന് പുറമെ നോൺ മെറ്റാലിക് മിനറലുകളുണ്ട്. എന്താണ് നോൺ മെറ്റാലിക് മിനറലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തായിരിക്കത്തില്ല? മെറ്റാലിക് ലെസ്റ്റർ ഉണ്ടായിരിക്കില്ല. അതായത് ഒരു മെറ്റലിനെ പോലെ ആയിരിക്കത്തില്ല. ഇതും പല ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതും ഫ്രീ സ്റ്റേറ്റിലും അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ഫോംസിലും കിട്ടാറുണ്ട്. ഏത് ഫോംസിൽ? കമ്പൈൻഡ് ഫോംസിലും കിട്ടാറുണ്ട്. ജിപ്സം, ലൈംസ്റ്റോൺ, കയോലൈൻ, ഗ്രാഫൈറ്റ് ഒക്കെയാണ് പ്രധാനപ്പെട്ട നോൺ മെറ്റാലിക് മിനറൽസ്. ഇതൊക്കെ ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നേരെ പോകുന്ന എന്തിലോട്ടാണ്? എനർജി റിസോഴ്സുകളിലോട്ടാണ്. കേട്ടോ, ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയോ? ഇവിടെ നമ്മൾ വേണമെങ്കിൽ എനിക്കിത് 5 തവണ റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സമയം വേണമെങ്കിൽ കളയാം. പക്ഷേ പരീക്ഷ എടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് ചുമ്മാ സമയം കളയാൻ എനിക്കുമില്ല നിങ്ങൾക്കുമില്ല. അപ്പോൾ നമ്മൾ കാര്യം ഒരു തവണ പറയും. നിങ്ങൾക്ക് അറിയാത്ത ഒരു പോയിന്റും അതിനകത്തില്ല, പുതിയതായിട്ടുള്ള ഒരു പോയിന്റും ഇല്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ സമയം കളയാതെ നേരെ എനർജി റിസോഴ്സുകളിലോട്ട് പോവാം. എനർജി റിസോഴ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, നമുക്ക് അപ്പോൾ എനർജി റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ, ഹീറ്റ്,
ഒബ്ജക്റ്റുകളെ മൂവ് ചെയ്യിപ്പിക്കാനുള്ള എനർജി, അല്ലെങ്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയാണ് നമ്മൾ എനർജി സോഴ്സുകളെന്ന് വിളിക്കുന്നത്. അങ്ങനെ എനർജി സോഴ്സുകളായിട്ടുള്ള വസ്തുക്കളെയാണ് നമ്മൾ എനർജി റിസോഴ്സുകളെന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മുടെ പെട്രോളിയം ഒരു എനർജി റിസോഴ്സ് അല്ലേ, കോള് ഒരു എനർജി റിസോഴ്സ് അല്ലേ, അതുപോലെയുള്ള വസ്തുക്കൾ. അതിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന കെമിക്കൽ റിയാക്ഷൻ വഴി അല്ലെങ്കിൽ കെമിക്കൽ പ്രോസസ്സ് വഴി എനർജി ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ നമ്മൾ ഫ്യൂവൽ എന്ന് വിളിക്കും. ബേൺ ചെയ്തിട്ട് ഹീറ്റ് റിലീസ് ചെയ്യും എന്ന് നമ്മൾ പണ്ട് പറയുമായിരുന്നു. ഇപ്പോൾ ഡെഫിനേഷൻ ഇങ്ങനെയാണ്: സബ്സ്റ്റൻസ് ദാറ്റ് റിലീസസ് എനർജി ത്രൂ കെമിക്കൽ പ്രോസസ് ആർ കോൾഡ് ഫ്യൂവൽസ്. നമ്മുടെ ചുറ്റും ഒരുപാട് ഫ്യൂവൽ സോഴ്സുകളുണ്ട്. സൂര്യപ്രകാശം, കൽക്കരി, പെട്രോളിയം, ഹൈഡൽ അഥവാ നമ്മുടെ വാട്ടർ. ഓക്കെ, ഈ എനർജി സോഴ്സ് നമ്മുടെ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. നോൺ റിന്യൂവബിളും റിന്യൂവബിളും നമ്മൾ പഠിച്ചു അല്ലേ. നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നവയാണെങ്കിൽ അത് നോൺ റിന്യൂവബിൾ, നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകാത്തവയാണെങ്കിൽ റിന്യൂവബിൾ. അതുപോലെ തന്നെ നമ്മൾ ഇതിനെ മറ്റ് രണ്ട് രീതിയിലും ക്ലാസിഫൈ ചെയ്യും: കൺവെൻഷണലും നോൺ കൺവെൻഷണലും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കണം. അപ്പോൾ നോൺ റിന്യൂവബിൾ റിസോഴ്സുകളെല്ലാം മിക്കതും കൺവെൻഷണൽ റിസോഴ്സുകളാണ്. അപ്പോൾ കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പണ്ട് തൊട്ട് ഉപയോഗിച്ചുകൊണ്ട് വരുന്നു എന്നങ്ങ് വിചാരിച്ചാൽ മതി. പെട്രോളിയം നമ്മൾ കുറേ പണ്ടെന്ന് വെച്ചാൽ ഒരുപാട് പണ്ട്, ഈ അടുത്ത കാലത്ത് വന്നതല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. പെട്രോളിയം, കോള്, അതുപോലെ നമ്മുടെ മരം മുറിച്ച് കിട്ടുന്ന ബയോ വേസ്റ്റ് ആയിട്ടുള്ള വിറക് കാര്യങ്ങളൊക്കെ എന്താണ്, നോൺ റിന്യൂവബിളുമാണ്, അത് കൺവെൻഷണലുമാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് സോളാർ, അതുപോലെ ടൈഡൽ, വിൻഡ്, ഇതൊക്കെ നമ്മൾ ഈ അടുത്ത് കൊണ്ടുവന്നതാണ്. അതൊക്കെ എന്തായിരിക്കും, റിന്യൂവബിളുമാണ്, അത് നോൺ കൺവെൻഷണലുമാണ്. അങ്ങനെ പഠിച്ചു വെച്ചില്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. അപ്പോൾ നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നു പോകും. അത് തന്നെയാണ് കൺവെൻഷണൽ എന്ന് പറയുന്നത്, പണ്ട് തൊട്ട് ഉപയോഗിച്ച് വരുന്നു. റിന്യൂവബിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ എനർജി തീർന്നു പോകും എന്നുള്ള ചിന്തയിൽ നിന്നാണ് നമ്മൾ റിന്യൂവബിളിലോട്ട് എത്തുന്നത്. അപ്പോൾ ഈ അടുത്ത കാലത്താണ് അത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കും, നോൺ കൺവെൻഷണൽ എന്ന് വിളിക്കും. ഓക്കെ, രണ്ട് കാറ്റഗറി. അതിൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എനർജി റിസോഴ്സുകൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും, എനി സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഹീറ്റ്, മൂവ് ഒബ്ജക്റ്റ് ഓർ ജനറേറ്റ് ഇലക്ട്രിസിറ്റി ഈസ് കോൾഡ് എനർജി റിസോഴ്സസ്. അതിൽ കെമിക്കൽ പ്രോസസ്സിലൂടെ നമുക്ക് എനർജി റിലീസ് ചെയ്ത് തരുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കും, ഫ്യൂവൽ എന്ന് വിളിക്കും. കാരണം നമുക്ക് സമയമുള്ളപ്പോൾ അതിനെ എന്ത് ചെയ്യാൻ പറ്റും, എനർജിയാക്കി മാറ്റാനായിട്ട് പറ്റും. അത് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്, നോൺ റിന്യൂവബിൾ അല്ലെങ്കിൽ കൺവെൻഷണൽ, റിന്യൂവബിൾ അല്ലെങ്കിൽ നോൺ കൺവെൻഷണൽ. അപ്പോൾ നോൺ റിന്യൂവബിൾ അല്ലെങ്കിൽ കൺവെൻഷണൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും, ദേ വിൽ ഡിപ്ലീറ്റ് ഓവർ ടൈം ആൻഡ് കോസസ് പൊല്യൂഷൻ. അവർ സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യും, അതിൻ്റെ അളവ് തീരുകയും ചെയ്യും, പൊല്യൂഷൻ ഉണ്ടാക്കുകയും ചെയ്യും. ഫോസിൽ ഫ്യൂലുകളായിട്ടുള്ള കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, അതുപോലെ ഫയർവുഡ്, കൗഡങ് കേക്ക്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരും. ലാർജ് ഹൈഡ്രോ പവറും തെർമൽ പവറും ഒക്കെ നമ്മൾ ഇതിനകത്ത് തന്നെയാണ് ഉൾപ്പെടുത്തുന്നത്. കാരണം കുറച്ച് കാലങ്ങളായി നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. നോൺ റിന്യൂവബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റീപ്ലനിഷ് ചെയ്യും നാച്ചുറലായിട്ട്. ഇപ്പോൾ ഇവിടെ പറയുമ്പോൾ തെർമൽ അറിയാലോ, കൽക്കരി ഉപയോഗിച്ചിട്ടുള്ളതാണ്. ലാർജ് ഹൈഡ്രോ പവർ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാം. ഇനി എക്കോ ഫ്രണ്ട്ലി ആണ് ഏത്, റിന്യൂവബിൾ എന്ന് പറയുന്നത് പൊല്യൂഷൻ ഫ്രീ ആണ്. സോളാർ, വിൻഡ്, ടൈഡൽ, ജിയോ തെർമൽ, ബയോമാസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിന് ഡിഫറൻസ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ദീസ് റിസോഴ്സസ് ഗെറ്റ് ഡിപ്ലീറ്റഡ്, എബിലിറ്റി ടു റീപ്ലനിഷ്, കോസസ് പൊല്യൂഷൻ, എക്കോ ഫ്രണ്ട്ലി, യൂഷ്വലി പൊല്യൂഷൻ ഫ്രീ, വെരി എക്സ്പെൻസീവ് ടു മെയിൻറ്റെയിൻ. ഇതൊക്കെയാണ് ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആക്ടിവിറ്റി ആയിട്ടാണ് അത് തന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ മനുഷ്യരെ ഈ പറയുന്ന ഉപയോഗിക്കുന്നതനുസരിച്ച് ഇത് തീർന്നു പോകും. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ. എന്താണ് ഫോസിൽ ഫ്യൂവലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞിട്ടുള്ള ചെടികളോ മൃഗങ്ങളോ ഒക്കെ എന്ത് ചെയ്യുന്നു, മണ്ണിനടിയിൽ പെട്ടിട്ട് ഫോസിലിഫിക്കേഷൻ അല്ലെങ്കിൽ ഫോസിലൈസ്ഡ് റിമൈൻസ് ഓഫ് ആൻഷ്യന്റ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഫോംഡ് ഓവർ മില്യൺസ് ഓഫ് ഇയേഴ്സ് ഈസ് കോൾഡ് ഫോസിൽ ഫ്യൂവൽസ്. ഇത് ഒരു നോൺ റിന്യൂവബിൾ ആണ്, കാരണം ഇത് വീണ്ടും ഉണ്ടായി വരാൻ വർഷങ്ങളെടുക്കും. അതിൽ പ്രധാനമായിട്ടും വരുന്ന രണ്ടെണ്ണം കോളും മറ്റൊന്ന് ഏതാണ്, പെട്രോളിയവുമാണ്. നമുക്കതിലധികം കൽക്കരിയെ പറ്റി പഠിക്കാം. മനുഷ്യൻ ആദ്യം ഉപയോഗിച്ചു തുടങ്ങിയ ഫോസിൽ ഫ്യൂവൽ ഏതെന്ന് ചോദിച്ചാൽ അത് കൽക്കരിയാണ് കേട്ടോ. ഇത് പാറകളിലൊക്കെയാണ് കാണുന്നത്, റോക്ക് ഫോർമേഷൻസിലാണ്. കാരണം ഒരു പാറ പണ്ട് കാലത്ത് മറ്റൊന്നിൻ്റെ മുകളിലേക്ക് എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചെടികളൊക്കെ ഇതിനകത്ത് ഞെരിഞ്ഞമർന്ന് കാലങ്ങളോളം മാറ്റങ്ങൾ വന്നാണ് ഇത് ഫോം ചെയ്യുന്നത്. ഹൈ കാർബൺ കണ്ടന്റ് ഉണ്ട്. ഈ പറയുന്നവ എന്തായിരിക്കും, കാർബൺ റിച്ച് സെഡിമെന്ററി ഡെപ്പോസിറ്റുകളിലാണ് കാണപ്പെടുന്നത്. ഏറ്റവും വലിയ കോൾ റിസർവിലൊന്നും നമ്മുടെ അമേരിക്കയിലാണ് കാണുന്നത്, ഇതായി കാണുന്നത്. ഓക്കെ, ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, മെറ്റലർജിക്കൽ പ്രോസസ്സിൽ, അതായത് നമ്മൾ ഈ പറയുന്ന ഇരുമ്പുരുക്ക് ശാലകളുടെ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ കെമിക്കൽ അല്ലെ റോ മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, വാക്സിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്, ഓയിലുകളുടെയും മെഡിസിൻസിൻ്റെയും ഒക്കെ നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, കോൾ എന്ന് പറയും. അപ്പോൾ എന്താണ് കോൾ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്? ഓക്കെ, ജനറലി റോക്ക് ഫോർമേഷൻസിലാണ് കാണുന്നത്. ഇതൊരു ഫോസിൽ ഇന്ധനമാണ്. ഫസ്റ്റ് ഫോസിൽ ഫ്യൂവൽ നമ്മൾ ഉപയോഗിച്ചത് കോളാണ്. ഇത് മെറ്റലർജിക്കൽ യൂസിനും അതുപോലെ റോ മെറ്റീരിയൽസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. തെർമൽ പവർ പ്ലാന്റുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കോൾ എന്ന് പറയുന്ന ഫ്യൂവലിനെയാണ്. പ്രധാനമായിട്ടും കോൾ കാണുന്ന റീജിയൻസിൽ ഒന്നാണ് നമ്മുടെ നോർത്ത് അമേരിക്ക, അതുപോലെ ഏഷ്യ, അതുപോലെ ഓസ്ട്രേലിയ. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടും കാണുന്ന കോൾ റീജിയൻസ് എന്ന് പറയുന്നത്. കോൾ നിലങ്ങളെന്ന് നമ്മൾ കോൾ ഫീൽഡുകളെന്ന് നമ്മൾ പറയും. നെക്സ്റ്റ് വരുന്നത് പെട്രോളിയം. പെട്രോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ന് തൊട്ടാണ് പെട്രോളിയം ഉപയോഗിച്ച് തുടങ്ങിയെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല. പണ്ട് കാലം മുതലേ നമ്മൾ പെട്രോളിയം ഡയറക്റ്റായിട്ടല്ലെങ്കിലും അതിൻ്റെ ഫോം ആയിട്ടുള്ള ഈ കറുത്ത നിറത്തിൽ കാണുന്ന അസ്ഫോൾട്ട് എന്ന് പറയുന്ന ഒരു സാധനം, നിങ്ങൾ അസ്ഫോൾട്ട് എന്ന് പറയുമ്പോൾ മറ്റേ മൊബൈൽ ഗെയിം ആയിരിക്കും വിചാരിക്കുന്നത്. അതല്ല, ഈ പറഞ്ഞ അസ്ഫോൾട്ട് എന്ന് പറയുന്നത് റോഡിൽ ടാറ് കൂടി ഓട്ടിക്കുന്നു. ആ ടാറ് നിർമ്മിക്കുന്നത് ഈ പറഞ്ഞ അസ്ഫോൾട്ട് വെച്ചിട്ടാണ്. അതാണ് സംഭവം. ഓക്കെ, ആൻഷ്യൻ്റ് ഈജിപ്റ്റുകളുടെ പിരമിഡിൻ്റെ കൺസ്ട്രക്ഷൻ, അതുപോലെ പണ്ട് കാലങ്ങളിൽ ഈ പറയുന്ന വാട്ടർ പ്രൂഫിങ്, ബോട്ടുകളിൽ വാട്ടർ പ്രൂഫായിട്ടും അതുപോലെ ഇൻഡോർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഇത് ഉപയോഗിക്കും. പാറയിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ പാറകൾക്കിടയിൽ കാണുന്ന കറുത്തൊരു ഓയിൽ ആയതുകൊണ്ട് തന്നെ നമ്മളിതിനെ റോക്ക് ഓയിൽ എന്നും വിളിക്കും. ഓക്കെ, പെട്രോളിയം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? റോക്ക് ഓയിൽ എന്നാണ്. ഇതിന് ബ്ലാക്ക് ഗോൾഡ് എന്നും നമ്മൾ പറയാറുണ്ട്, കറുത്ത സ്വർണം. അത് നിങ്ങൾക്കറിയാം, കാരണം ഞാൻ പറഞ്ഞല്ലോ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് മറ്റ് നാച്ചുറൽ റിസോഴ്സുകൾ ഒന്നും തന്നെ ഇല്ല. പക്ഷേ അവിടെ എന്തുണ്ട്? പെട്രോളിയം ഉണ്ട്. ആ പെട്രോളിയം ഉള്ളത് കൊണ്ടല്ലേ മിഡിൽ ഈസ്റ്റ് ഇന്ന് ഇത്രയും കാശുള്ളൊരു സ്ഥലമായിട്ട് മാറിയത്. കാരണം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നതിന് ശേഷം നമുക്ക് ഈ കൽക്കരി ഉപയോഗിക്കുമ്പോഴത്തേക്കും പൊല്യൂഷൻ, പുക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനൊരു നല്ല ആൾട്ടർനേറ്റ് ആയിട്ടാണ് പെട്രോളിയത്തെ ഉപയോഗിച്ച് തുടങ്ങിയത്. അങ്ങനെ പെട്രോളിയം എന്ത് ചെയ്തു? ഭയങ്കര ഹിറ്റായിട്ട് മാറി. സോ ഈ പറയുന്ന പെട്രോളിയമാണ് നമ്മൾ ഇന്ന് എല്ലാ ഇൻഡസ്ട്രിയൽ പർപ്പസിലും ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതൽ പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യ. വെനിസ്വേലയിലും ഏറ്റവും കൂടുതൽ റിസോഴ്സ്, എന്താണ് അതിൻ്റെ റിസർവ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, കാരണം അറിയാലോ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം സൗദി എങ്ങനെ ഇന്ന് വലിയൊരു രാജ്യമായെന്നും നമ്മളിവിടെ ഉള്ളവരൊക്കെ അങ്ങോട്ട് പോയി ജോലി ചെയ്യുന്നതൊക്കെ എന്തുകൊണ്ടാണെന്നും. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ, എന്താ ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെട്രോളിയം മണ്ണിൽ നിന്ന് കിട്ടുന്ന ഫോമിനെയാണ് നമ്മൾ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഈ പറയുന്ന ശുദ്ധീകരണശാലകളിൽ കൊണ്ടുപോയി ശുദ്ധീകരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എടുക്കുന്നത്. അതായത് നാച്ചുറലി ഒക്കറിംഗ് പെട്രോളിയം ഈസ് യൂഷ്വലി ബ്ലാക്ക് ഓർ ബ്രൗൺ ഇൻ കളർ, ദോ ഇറ്റ് ക്യാൻ ഓൾസോ അപ്പിയർ ഇൻ യെല്ലോ ആൻഡ് ഗ്രീൻ. ഇതിനെയാണ് നമ്മൾ ക്രൂഡ് ഓയിൽ എന്ന് വിളിക്കുന്നത്. ഇതിനകത്ത് പല പല കമ്പോണൻറ്റുകളും ഉണ്ടാവും. നമ്മളതിനെ പ്യൂരിഫൈ ചെയ്തിട്ട് പെട്രോളിയം, ഡീസൽ, കെറോസിനായിട്ട് മാറ്റും. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന ലൂബ്രിക്കൻറ്റുകൾ നിർമ്മിക്കാനും മറ്റ് പലതിനും വേണ്ടിയിട്ട് അസ്ഫാൾട്ട് പോലെയുള്ള നമ്മൾ ടാറുണ്ടല്ലോ, അത് തന്നെ, അതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ പെട്രോളിയത്തിൽ നിന്നാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാസലീൻ എന്ന് പറയുന്ന സാധനം, പെട്രോളിയം ജെല്ലി, അത് ഉൽപ്പാദിപ്പിക്കുന്നത് ഇതിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ മെഡിസിനുകളുടെ നിർമ്മാണത്തിന്, സിന്തറ്റിക് ഫൈബറുകളുടെ നിർമ്മാണത്തിന്, പെയിൻറ്റ്, ഫെർട്ടിലൈസർ, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പെട്രോളിയം പ്രോഡക്റ്റുകൾ ഉപയോഗിക്കും. അങ്ങനെയുള്ള ക്രൂഡ് ഓയിൽ റിസർവ് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉള്ളത് വെനിസ്വേലയിലാണ്. ഈ അടുത്ത് അമേരിക്ക അറ്റാക്ക് ചെയ്തത് ഇത് നോട്ടം വെച്ചിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. സൗദി അറേബ്യ, ഇറാൻ, ഇപ്പോൾ യുദ്ധം നടക്കുന്നുണ്ട് ഇറാനിൽ. കാനഡ, ഇറാഖിൽ ഓൾറെഡി യുദ്ധം നടന്നിട്ടുണ്ട്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലൊക്കെയാണിത് കൂടുതലായിട്ട് കാണുന്നത്. 2024 ഡേറ്റയാണ്. ഓക്കെ, ഇനി ഇങ്ങനെ ഫ്യൂവലുകളുടെ ഉപയോഗം എന്ന് പറയുന്നത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്രോളിയം എന്താണ്? റോക്ക് ഓയിൽ എന്ന് വിളിക്കുന്നു, ബ്ലാക്ക് ഗോൾഡ് എന്ന് വിളിക്കുന്നു, ബ്ലാക്ക് ബ്രൗണോ അതുപോലെ തന്നെ ഗ്രീൻ കളറിലൊക്കെ കാണുന്ന നാച്ചുറലി ഒക്കറിംഗ് സബ്സ്റ്റൻസ് ആണ്. അത് ക്രൂഡ് ഓയിൽ എന്ന് വിളിക്കും. അതിൽ പല പല കമ്പോണൻറ്റുകൾ മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മളത് പെട്രോളിയമായിട്ടും മറ്റ് പല പ്രോഡക്റ്റുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ലീഡിംഗ് പ്രൊഡ്യൂസറാണ് സൗദി അറേബ്യ. നെക്സ്റ്റ് വരുന്നത്, നമ്മൾ പെട്രോളിയം എന്ന് പറയുന്ന സാധനം നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കുന്നത് കാരണം ഇത് തീർന്നു പോകും. അപ്പോൾ തീർന്നു പോകുമ്പോഴത്തേക്കും നമുക്ക്, അല്ലെങ്കിൽ തീർന്നു പോകുമെന്ന ചിന്ത വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അത്യാവശ്യമില്ലാത്ത സ്ഥലത്ത് നമുക്ക് മറ്റ് സോഴ്സസ് ഓഫ് എനർജികൾ ഉപയോഗിക്കാം എന്നൊരു ചിന്ത വന്നു. ആ ചിന്തയുടെ ഫലമായിട്ടാണ് നമ്മൾ പുതിയ എനർജി സോഴ്സുകളെ തേടി പോയത്. കാരണം ഇതിങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇത് ഭൂമിയിൽ നിന്നും എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന എല്ലാ കമ്പനികളും കാര്യങ്ങളും ഒക്കെ സ്റ്റാൻഡ് സ്റ്റില്ലാകും. ട്രാൻസ്പോർട്ടേഷൻ സെഗ്മെൻറ്റ് തന്നെ ഇല്ലാണ്ടാകും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 19ാം നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി. അങ്ങനത്തെ പ്രശ്നം മാറ്റാനായിട്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവരുന്നത്? നോൺ കൺവെൻഷണൽ സോഴ്സസ് അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി സോഴ്സസ് കൊണ്ടുവരുന്നു. ഇതിൻ്റെ ഉദാഹരണങ്ങൾ ചെറിയ ക്ലാസ് തൊട്ടേ നിങ്ങൾ പഠിക്കുന്നു. സോളാർ എനർജി, അല്ലേ? സോളാർ പാനലുകൾ, അല്ലേ? സൂര്യപ്രകാശം വന്ന് വീഴുന്നു, അതിൽ നിന്ന് വൈദ്യുതി ഉണ്ടാകുന്നു. നമ്മളതിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ വോൾട്ടിക് ഇഫക്റ്റ് എന്ന് പറയും. ഓക്കെ, അതുപോലെ ഈ പറയുന്ന സൂര്യപ്രകാശത്തിൻ്റെ ലൈറ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്ന് ഹീറ്റും വരുന്നുണ്ടല്ലോ. ആ ഹീറ്റ് നമുക്ക് എന്ത് ഉപയോഗിക്കാം? തെർമൽ ക്യാപ്ചർ മെത്തേഡുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ സോളാർ കുക്കർ, സോളാർ വാട്ടർ ഹീറ്റർ പോലെയുള്ള വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അങ്ങനെ സൂര്യപ്രകാശത്തിൽ നിന്ന് വരുന്ന ഹീറ്റിനെയും ലൈറ്റിനെയും നമുക്ക് എനർജി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കാം.
നെക്സ്റ്റ് വരുന്നു വിൻഡ് എനർജി. വീശുന്ന കാറ്റിൽ എന്തുണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട്. ഈ വീശുന്ന കാറ്റ് എന്ത് ചെയ്യും? ഈ പറയുന്ന ബ്ലേഡുകളെ കറക്കും. അപ്പോൾ നമുക്ക് ജനറേറ്റർ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. പഠിച്ച കാര്യമല്ലേ? ജിയോ തെർമൽ എനർജി എന്താണ്? നമ്മുടെ ഭൂമിയുടെ അടിയിലുള്ളത് മാഗ്മ. ഈ പറയുന്ന മാഗ്മ സർഫസിലോട്ട് വരുമ്പോൾ വിളിക്കുന്ന പേര് ലാവ. മാഗ്മയായാലും ലാവയായാലും അതിലെന്തുണ്ട്? ചൂടുണ്ട്. ആ ചൂട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ദ ഹീറ്റ് റിലീസ്ഡ് വെൻ ദ മാഗ്മ ഇറപ്റ്റ് ഫ്രം ദി എർത്ത് ഇന്റീരിയർ ടു ദ സർഫസ് ഈസ് എഫിഷ്യൻ്റ്ലി സ്റ്റോർഡ് ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അല്ലേ? വെള്ളം നീരാവിയാക്കാനുള്ളത് ഇവിടെ വന്നെടുക്കും. നമ്മൾ ഓൾറെഡി പഠിച്ചില്ലേ? ഇത് പഠിച്ചതാണ്. ഓക്കെ, അതാണ് സംഭവം. ഇനി അടുത്ത് വരുന്നതാണ് ടൈഡൽ എനർജി. അല്ലെ? സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഇൻഫ്ലുവൻസ് കൊണ്ട് കടലിൻ്റെ ഉയരം കൂടുകയും കുറയുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ടൈഡുകൾ എന്ന് വിളിക്കുന്നത്. സ്പ്രിംഗ് ടൈഡ്, നീപ് ടൈഡ്, ഹൈ ടൈഡ്, ലോ ടൈഡ് ഒക്കെ ഉണ്ട്. അങ്ങനെ വേലിയേറ്റം ഉണ്ടാകുമ്പോഴും വേലിയിറക്കം ഉണ്ടാകുമ്പോഴും നമ്മൾ കടലിനടുത്തായിട്ട് ഇങ്ങനെ ഭിത്തികൾ കെട്ടിയിട്ട് വെള്ളത്തിനെ ഇങ്ങനെ ഒഴുക്കി വിടും. വേലിയേറ്റം വരുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം ഒഴുകും. തിരിച്ചു വരുമ്പോൾ എന്ത് പറ്റും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും. അപ്പം അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഈ പറയുന്ന പാത്തിൽ നമ്മൾ കറങ്ങുന്ന ടർബൈൻസ് വെച്ചിട്ടുണ്ട്. വെള്ളം അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് വന്നാലും ടർബൈൻ കറങ്ങും. അതുവഴി ജനറേറ്റർ കറങ്ങും. നമുക്ക് വൈദ്യുതി കിട്ടും. നെക്സ്റ്റ് വരുന്നതാണ് ബയോ എനർജി. ബയോ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഓർഗാനിക് മാറ്ററുകൾ അല്ലെങ്കിൽ ഓർഗാനിക് വേസ്റ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു. സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനം ബയോഗ്യാസ്. ഓർക്കുന്നുണ്ടോ? ഈ പറഞ്ഞ സ്ലോട്ടർ ഹൗസിൽ നിന്നുള്ള വേസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ബയോഗ്യാസ് ഡൈജസ്റ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ അനേറോബിക് ബാക്ടീരിയ അതിൽ പ്രവർത്തിച്ച് നമുക്ക് മീഥേൻ ഗ്യാസ് കിട്ടും. അത് നമുക്ക് കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇതും മറ്റൊരു സോഴ്സാണ്. അല്ലേ? പല വ്യവസായശാലകളിൽ നിന്ന് പുറന്തള്ളുന്ന ഇത്തരത്തിലുള്ള ബയോ വേസ്റ്റുകൾ നമുക്ക് അങ്ങനെ യൂസ്ഫുൾ ആക്കി മാറ്റാനായിട്ട് പറ്റും. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന മറ്റൊന്നാണ് ഹൈഡ്രജൻ. ഇതും നമ്മളിവിടെ പഠിച്ചു. കെമിസ്ട്രിയിൽ പഠിച്ചു. അല്ലെ? ഹൈഡ്രജൻ സെല്ലുകളിൽ നമുക്ക് ഈ പറഞ്ഞ ഹൈഡ്രജനെ കമ്പഷൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും? എനർജി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. വാട്ടർ വേപ്പർ മാത്രമായിരിക്കും അല്ലെ പുറത്തേക്ക് വരുന്ന ഏക പൊല്യൂഷൻ ഇല്ലാത്ത ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ടെക്നോളജി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ വരാം. ഇത് കണ്ടോ? യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിലെ ഗീസർ. ഇത് ഞാൻ അന്ന് പഠിപ്പിച്ചപ്പോഴും പറഞ്ഞു തന്നു. കണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ ചൂട് നീരാവി പുറത്തേക്ക് വരും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എനർജി കൺസർവേഷൻ. എനർജി കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഊർജ്ജത്തിനെ നമ്മൾ സംരക്ഷിക്കണം. ഊർജ്ജം നമ്മൾ ഉപയോഗിക്കണം. കാരണം എന്താണ്? എർത്തിൽ നിന്നാണ് നമുക്ക് എല്ലാ റിസോഴ്സുകളും കിട്ടുന്നത്. പക്ഷേ നമ്മൾ ഇൻക്രീസിങ് ആയിട്ടുള്ള പോപ്പുലേഷൻ കാരണം എനർജി ഡിമാൻഡ് കൂടുന്ന കാരണം നമ്മളതിനെ ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഭൂമിയും നശിക്കുന്നു, എനർജി റിസോഴ്സും ഇല്ലാതാവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ ഒരു ബാലൻസ് ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. കൺസർവേഷൻ നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സോളാർ, വിൻഡ് എനർജി, ഹൈഡ്രോ, ജിയോ തെർമൽ പോലെയുള്ള റിന്യൂവബിൾ സോഴ്സുകളെ കൂടുതലായി ഉപയോഗിക്കുക, നോൺ റിന്യൂവബിളിനെ കുറയ്ക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്താ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ദാറ്റ് മീറ്റ് ദ നീഡ്സ് ഓഫ് ദ പ്രസൻറ്റ്. ഇന്നത്തെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈയും ചെയ്യും, എന്നാൽ ഫ്യൂച്ചറിലുള്ള ജനറേഷൻ്റെ ആവശ്യത്തെ കോംപ്രമൈസ് ചെയ്യുന്നുമില്ല. എന്ന് വെച്ചാൽ ഇന്നത്തെ ആവശ്യവും നമ്മൾ എന്ത് ചെയ്യുന്നു? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നാളെ വരുന്ന തലമുറയ്ക്കും കൂടെ നമ്മൾ മിച്ചം വെച്ചിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മൾ ഡെവലപ്മെൻറ്റ് ചെയ്താൽ അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. കഴിഞ്ഞ കൊല്ലം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ വിശദമായിട്ട്. അപ്പോൾ ഇതും കൂടി പറയുമ്പോൾ ഈ ചാപ്റ്റർ തീർന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എർത്ത് സമ്മറ്റ് നടത്തിയത്. അത് മുന്നേ പഠിച്ചിട്ടുണ്ട്. സോ ദ വേൾഡ് ഹാസ് ഇനഫ് ഫോർ എവരി വൺസ് നീഡ്സ് ബട്ട് നോട്ട് ഫോർ എനിബഡീസ് ഗ്രീഡ് എന്ന് മഹാത്മാഗാന്ധി എന്തിനെ പറ്റി പറഞ്ഞു? റിസോഴ്സിൻ്റെ യൂട്ടിലൈസേഷനെ പറ്റിയാണ് പറഞ്ഞത്. എല്ലാവരുടെയും ആവശ്യത്തിനുള്ള റിസോഴ്സുകളുണ്ട്, പക്ഷേ എല്ലാവരുടെയും ഗ്രീഡ്, അത്യാഗ്രഹത്തിനുള്ളതില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു മിതമായ രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ആവശ്യവും സാറ്റിസ്ഫൈ ചെയ്യാം, ഫ്യൂച്ചർ ജനറേഷൻ്റെ ആവശ്യവും സാറ്റിസ്ഫൈ ചെയ്യാം എന്ന് പറയുന്നതോടുകൂടി നമ്മുടെ മനോഹരമായ ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്തിരിക്കുകയാണ്? അവസാനിച്ചിരിക്കുകയാണ്.